എല്ലാവർക്കും നമസ്കാരം. ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ 4ാം ദിവസമാണ് ഇന്നിവിടെ നടക്കുന്ന സെമിനാറും പിന്നെ അതിനുശേഷം നമ്മുടെ പ്രശസ്ത സംവിധായകൻ കമലുമായിട്ടുള്ള ഓപ്പൺ ഫോറവും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയം മലയാളിയുടെ ഗൃഹാതുരത്വവും കമൽ സിനിമയുടെ ഭാവുകത്വവും എന്നതാണ്. മലയാളിയുടെ ഗൃഹാതുരത്വത്തെ ദൃശ്യഭാഷയിൽ ഏറ്റവും മനോഹരമായി നമുക്ക് കാണിച്ചു തന്ന ഒരു സംവിധായകനാണ് കമൽ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും ജീവിതത്തിൻ്റെ പല ഏടുകളും എടുത്ത് അദ്ദേഹം നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ മനുഷ്യബന്ധങ്ങളിലെ വൈകാരികത, സങ്കീർണത, പ്രണയം, നഷ്ടബോധം ഇതെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി, സുന്ദരമായി, പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ അകമ്പടിയോടെ തന്നെ സമന്വയിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് കമലിൻ്റെ സിനിമകളെല്ലാം. എൻ്റെ ഇന്നത്തെ കർത്തവ്യം ഈ സെമിനാറിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന മെട്രോ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ പി കൃഷ്ണൻ സാറിനെ ഈ സെമിനാർ നയിക്കുന്നതിന് വേണ്ടി സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന വി കെ ജോസഫ് സാറിന് ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം FFSIക്ക് എന്നും ഊർജം പകർന്നു നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇന്നത്തെ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രനാണ്. സുഹൃത്തുക്കൾക്കിടയിൽ GP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന GP രാമചന്ദ്രൻ 2006 മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള ദേശീയ അവാർഡ് ജേതാവാണ്. സിനിമയും മലയാളിയുടെ ജീവിതവും, മലയാള സിനിമ, ദേശം, ഭാഷ, സംസ്കാരം, ലോക സിനിമ, കാഴ്ചയും സ്ഥലകാലങ്ങളും എന്നീ ഗ്രന്ഥങ്ങൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയവയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് GP. ഫിപ്രസ്കി ഇന്ത്യ ചാപ്റ്ററിൻ്റെ ട്രഷററായ ശ്രീ GP രാമചന്ദ്രനെ ഈ സെമിനാറിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സെമിനാറിൽ പങ്കെടുക്കുന്നവർ അവർ സിനിമാ നിരൂപണ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. FFSI നാഷണൽ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ചെറുവല്ലി പ്രമുഖ എഴുത്തുകാരനും നിരൂപകനും ചിന്ത പബ്ലിഷേഴ്സിൻ്റെ സബ് എഡിറ്ററുമാണ്. ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളിൽ യാത്രാവിവരണങ്ങൾ, വിവർത്തനങ്ങൾ, സാഹിത്യ നിരൂപണം എന്നിവ ഉൾപ്പെടുന്നു. ബംഗാൾ യാത്രകളെക്കുറിച്ചുള്ള എക്ലോ ചലോർ, നാട്ടുവഴികളുടെയും നഗരരാത്രികളുടെയും പിൽക്കാല ഭാവനകൾ നമുക്ക് പകർന്നു തരുന്ന നാട്ടുപകലുകൾ, നഗരരാത്രികൾ തുടങ്ങി 25ഓളം കൃതികളുടെ രചയിതാവാണ് രാധാകൃഷ്ണൻ സാർ. രാധാകൃഷ്ണൻ സാറിനെ ഈ സെമിനാറിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഫിലിം സൊസൈറ്റി പ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനും ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് മധു ജനാർദ്ദനൻ. ഇതിഹാസത്തിലെ ഖസാക്ക് എന്ന ഡോക്യുമെൻ്ററിക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2023 ഹൃതിക് ഘട്ടക് രാഷ്ട്രാന്തര പുരസ്കാരത്തിന് അർഹനായ ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ പ്രവർത്തകൻ കൂടിയാണ് മധു ജനാർദ്ദനൻ. അദ്ദേഹത്തിന് സാദരം സ്വാഗതം ചെയ്യുന്നു. മെട്രോ ഫിലിം സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗവും ദൃശ്യതാളം എഡിറ്റോറിയൽ ബോർഡ് മെമ്പറും എഴുത്തുകാരിയുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിത ഡോക്ടർ സന്ധ്യ ജയകുമാറിനെ ഈ സെമിനാറിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സെമിനാറിന് ശേഷം നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ ശ്രീ കമൽ അതിഥിയായി എത്തുന്നതാണ്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ തന്നെ ഒരു സ്വാഗതം ആശംസിക്കുന്നു. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് P പ്രകാശ് ഉടനെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനും സെക്രട്ടറി രവി സാറിനും മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും ഈ ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ സെമിനാറിൽ നന്ദി പ്രകടിപ്പിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റി ട്രഷറർ ശിവഗോവിന്ദൻ സാറാണ്. അദ്ദേഹത്തിന് സാദരം സ്വാഗതം ചെയ്യുന്നു. സെമിനാർ ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ സെമിനാർ ഇത്രയും ഈ 5 ദിവസങ്ങളിലായി ഇന്ന് 4ാമത്തെ ദിവസമാണ് ടെലികാസ്റ്റ് ചെയ്തു വരുന്ന 13.8 ചാനലിൻ്റെ പ്രതിനിധി ശ്രീ അജേഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ ഓപ്പൺ ഫോറത്തിലും സെമിനാറിലും പിന്നീട് നടക്കുന്ന ഓപ്പൺ ഫോറത്തിലും പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മെട്രോ ഫിലിം സൊസൈറ്റി അംഗങ്ങൾ, പ്രിയ സ്നേഹിതർ എല്ലാവരെയും
ഈ സെമിനാറിലേക്കും തുടർന്ന് നടക്കുന്ന ഓപ്പൺ ഫോറത്തിലേക്കും അതിനുശേഷമുള്ള ഉള്ളടക്കം എന്ന സിനിമയുടെ പ്രദർശനത്തിലേക്കും സസ്നേഹം സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പ്രിയമുള്ള പ്രേക്ഷക സുഹൃത്തുക്കളെ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, 4-ാം ദിവസത്തെ ഈ സെമിനാർ പരിപാടിയിൽ നമ്മുടെ സ്റ്റേജിലിരിക്കുന്നത് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള നിരൂപക സുഹൃത്തുക്കളാണ്. GP എന്നറിയപ്പെടുന്ന GP രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ ചെറുവത്തുള്ളി, ദെൻ മധു ജനാർദ്ദനൻ. ഇവരൊക്കെ അതാത് ഇടങ്ങളിൽ ഇപ്പോൾ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ അവരവരുടേതായ മേഖലകളിൽ അതായത് നിരൂപണ ശാഖയിൽ, പ്രത്യേകിച്ചും സിനിമാ നിരൂപണ മേഖലയിൽ വ്യക്തിത്വം തെളിഞ്ഞ് ഇപ്പോഴും അവരുടേതായ ഇടം കാത്തു സൂക്ഷിക്കുന്ന പ്രഗത്ഭമതികളാണ്. പിന്നെയുള്ളത് നമ്മുടെ സന്ധ്യ ജയകുമാർ. അത് ഞങ്ങളുടെ ഒരു അഹങ്കാരമായിട്ടുള്ള, കാരണം സന്ധ്യ വളരെ പഠിച്ച്, പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ചും യാത്രകളെക്കുറിച്ചുമെല്ലാം വളരെ സൂക്ഷ്മമായി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു എഴുത്തുകാരിയുമാണ് ഡോക്ടർ സന്ധ്യ ജയകുമാർ. ഇന്നത്തെ വിഷയം മലയാളിയുടെ ഗൃഹാതുരത്വവും കമൽ സിനിമയുടെ ഭാവുകത്വവും. എത്ര സുന്ദരമായിട്ടുള്ള സാഹിത്യം, അമിത സാഹിത്യത്തിൻ്റെ ഒരഭംഗിയുമില്ലാത്ത വളരെ സുന്ദരമായ എന്നാൽ ലളിതമായ എല്ലാ പ്രേക്ഷകരുടെയും കേൾവിക്കാരുടെയും മനസ്സിൽ ആഴ്ന്നു തിളയ്ക്കുന്ന ശീർഷകം മലയാളിയുടെ ഗൃഹാതുരത്വം. നൊസ്റ്റാൾജിയ, ഇറ്റ് ഈസ് ദേർ എവരിവെയർ. അത് മലയാളി ആണെങ്കിലും മനുഷ്യരെവിടെയുണ്ടെങ്കിലും ഈ നൊസ്റ്റാൾജിയ ഉണ്ട്. സ്വന്തം ദേശം, സ്ഥാനം, സ്ഥലം, വീട്, ആ പ്രദേശം, അവിടുത്തെ ജനതതി, അവിടുത്തെ സംസ്കാരം, ജീവിത രീതികൾ, ഇതൊക്കെ നമ്മൾ എന്നെങ്കിലും ഓർക്കുക നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്താണ്. അതൊരു നഷ്ടസ്വപ്നമായോ അല്ലെങ്കിൽ ഒരു നഷ്ടമായോ നമ്മൾക്ക് തോന്നുന്ന ആ ഒരു ഭാവം, അത് കമൽ സിനിമയിൽ എങ്ങനെ മലയാളിയുടെ ഗൃഹാതുരത്വം കമൽ സിനിമയിൽ എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ ഈ 4 പ്രഗത്ഭരായ എഴുത്തുകാർ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ ദീർഘമായി ഇനി അതിനെപ്പറ്റി പറഞ്ഞ്, ഓഫ് കോഴ്സ് അവരുടെ ചിന്തകളിൽ ഉള്ളതിനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞൊരു അബദ്ധമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് വലിയ സബ്ജക്റ്റാണ്, എത്ര വേണമെങ്കിലും പറയാവുന്ന ഇന്നലെ നമ്മൾ കണ്ട സിനിമ പെരുമഴക്കാലം, അതിലും മൊത്തം കേരളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലാ കാഴ്ചക്കാരുടെയും മനസ്സിൽ കേരളത്തിൻ്റെ മഴ, അവിടെ നിന്നുള്ള റെയിലിന് പോക്ക്, അവരുടെ യാത്രകൾ, ബോട്ട്, ഇതൊക്കെ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സിലുള്ള നൊസ്റ്റാൾജിയ ആണത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാമായ ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ അധ്യക്ഷ ഭാഷണത്തിന് ഇവിടെ അധികം പ്രസക്തിയില്ല എന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗൃഹാതുരത്വവും കമൽ സിനിമയുടെ ഭാഗവത്വവും എങ്ങനെയാണ് എന്ന് ഈ 4 പ്രസിദ്ധരായ പ്രാസംഗികരിൽ നിന്ന്, പ്രഭാഷകരിൽ നിന്ന് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു. അവരെ ഓരോരുത്തരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു അധ്യക്ഷ ഭാഷണം നിർത്തുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ GP രാമചന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ P. കൃഷ്ണൻ, അതുപോലെ സ്വാഗതം ആശംസിച്ച രാജേശ്വരി, യോഗത്തിൽ സംസാരിക്കുന്ന രാധാകൃഷ്ണൻ ചെറുവല്ലി, മധു ജനാർദ്ദനൻ, സന്ധ്യ ജയകുമാർ, ശിവഗോവിന്ദൻ, അതുപോലെ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്ന ശ്രീ കമൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സെമിനാർ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇവിടെ നമ്മളുടെ മലയാള സിനിമയിലെ വളരെ ജനപ്രിയമായ നിലനിൽക്കുന്ന നിരവധി സിനിമകളിലൂടെ ഏകദേശം 50ഓളം സിനിമകൾ, മിക്കവാറും സിനിമകൾ മുഖ്യധാരയിൽ വലിയ ഹിറ്റുകളായവയാണ്. അതേസമയം തന്നെ വളരെയധികം അതിൻ്റെ പ്രേക്ഷകരെയും ഇപ്പോഴും
വളരെയധികം ആകർഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യൂ, ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധായകനെ, കമൽ എന്ന സംവിധായകൻ്റെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള ഒരു നിരവധി സമ്മേളനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ ആദര സമ്മേളനമുണ്ട്. അതിൻ്റെ ഒരു സെമിനാറാണ് ഇന്ന് പ്രത്യേകിച്ച് ഫിലിം സൊസൈറ്റി പ്രവർത്തകർ ആയ ഞങ്ങളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിൽ പല നിലയ്ക്കും അത് വളരെയധികം വ്യക്തിപരമായും അതുപോലെ തന്നെ സംഘടനാപരമായും ഒക്കെ നമ്മളുടെ നിലപാടുകൾ കൊണ്ടും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. തുടക്കത്തിൽ തന്നെ പറയാം, ഞാനും ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലിയും കൂടി എഡിറ്റ് ചെയ്ത് ഇറക്കിയൊരു പുസ്തകമാണ്. കുറേ മുൻപ് ഇറക്കിയതാണ് യഥാർത്ഥത്തിൽ. അതായത് ശ്രീ കമലിൻ്റെ ഒരു സിനിമയെ സംബന്ധിച്ച്, അത്തരത്തിൽ അപൂർവമാണ്, ഏതെങ്കിലും ഒരു സിനിമയെ സംബന്ധിച്ച് തന്നെ ഉള്ള ലേഖനങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകം ഇറക്കുക എന്നത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സെല്ലുലോയിഡ് എന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ്, JC ഡാനിയലിൻ്റെ ബയോപിക് എന്ന രീതിയിൽ ഉള്ള ഈ സെല്ലുലോയിഡ് എന്ന സിനിമ. അങ്ങനെ തന്നെയാണത്. ആ സിനിമയ്ക്ക് ദേശീയ അവാർഡ്, ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ്, അതുപോലെ തന്നെ ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള കേരള ചലച്ചിത്ര അവാർഡ് എല്ലാം ലഭിച്ചിട്ടുള്ളതാണ്. വലിയ വിവാദമൊക്കെ ഉണ്ടായ സിനിമയാണ് അന്നത്തെ, അത് ഓർമ്മ ഉണ്ടായവർക്കറിയാം. ആ സെല്ലുലോയിഡ്, ചരിത്രത്തിലില്ലാത്ത ജീവിതവും സിനിമയും എന്ന ഒരു പുസ്തകം ഞാനും ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലിയും കൂടി അന്ന് 2015 തോന്നുന്നു, 2013 തന്നെ ഞങ്ങൾക്ക് ഇറക്കാൻ സാധിച്ചു എന്നത് വളരെ ഒരു അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സെമിനാറിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ചില ഘട്ടങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ആ സമയത്ത് ചില അഭിപ്രായ ഐക്യങ്ങളും അതുപോലെ തന്നെ യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോവില്ല. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒന്നാം പിണറായി, രണ്ടാം പിണറായി എന്ന് പറയും. അപ്പോൾ അതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു കമൽ. അതോടൊപ്പമുള്ള ജനറൽ കൗൺസിൽ അംഗം എന്നുള്ള രീതിയിൽ ഞാനും മധുവൊക്കെ അതിലുണ്ടായിരുന്നു. ശ്രീ VK ജോസഫ് അതിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. ഞങ്ങളെല്ലാം ജനറൽ കൗൺസിൽ അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. അത് വളരെ സവിശേഷമായ ഒരു അവസരമായിരുന്നു. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം മലയാള സിനിമയിലെ വളരെ പ്രാമാണികനായ ഒരു വ്യക്തിത്വമാണ്. ഇൻഡസ്ട്രിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ഫെഫ്ക പോലെയുള്ള സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്കറിയാം, ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. മറ്റ് പല സ്ഥാനങ്ങളും അതിൽ വഹിച്ച, അതിലേറ്റവും ഒരു നേതൃസ്ഥാനം തന്നെ ഉള്ള ഒരാളാണ്. നേരത്തെ പറഞ്ഞ പോലെ 50ഓളം സിനിമകൾ, കഴിഞ്ഞ 40 വർഷത്തിലധികമായിട്ട് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളുടെ സിനിമയിലുള്ള നിരവധി താരങ്ങൾ, സൂപ്പർ താരങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം അക്കാദമി ചെയർമാൻ സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനാണ്. പക്ഷെ അന്ന് അദ്ദേഹം ആ ഒരു അക്കാദമി ചെയർമാൻ ആയപ്പോൾ അന്ന് അവിടേക്ക് എൻ്റർ ചെയ്ത ഒരാളല്ല. നേരത്തെ തന്നെ ജനറൽ കൗൺസിൽ അംഗമായിരുന്നിട്ടും അല്ലാതെയും ജനറൽ കൗൺസിൽ അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം UDF ഭരിക്കുന്ന സമയത്തും അദ്ദേഹം ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം അദ്ദേഹം ജനറൽ കൗൺസിൽ അംഗമുള്ള സമയത്ത് നമ്മൾ അദ്ദേഹവുമായിട്ട് വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇതിലേക്ക് ഞങ്ങൾ പോവല്ല. അത് രാഷ്ട്രീയമായ സംഘർഷമല്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വലിയൊരു ഇതിലേക്ക് തന്നെ പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ യൂട്യൂബ് തിരഞ്ഞാൽ കിട്ടും. ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലുമൊക്കെ തന്നെ അദ്ദേഹം ആ എടുക്കുന്ന പ്രവൃത്തിയിൽ സമ്പൂർണ്ണനായിട്ട് അവിടെ ഉണ്ടാവുമായിരുന്നു. അദ്ദേഹം അക്കാദമി ചെയർമാനായിരുന്നു. എനിക്ക് തോന്നും മുഴുവൻ ദിവസവും അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ ദിവസേന വരുന്നത് പോലെ അദ്ദേഹം അവിടെ വരികയും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനമായിരുന്നു. ആ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് തന്നെ അന്ന് ഫെസ്റ്റിവൽ ആയാലും മറ്റ് അക്കാദമിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മുൻപ് ഏത് ഘട്ടത്തിലും, അതിന് മുൻപും അതിന് ശേഷവും, ഞാൻ അത് മറ്റേതെങ്കിലും ഒരാളെ താഴ്ത്തിക്കെട്ടുന്നതിനോ അല്ലെങ്കിൽ അവരെ ഇതാക്കുന്നതിനോ വേണ്ടി പറയുകയല്ല. എങ്ങനെയായിരിക്കണം കേരള ചലച്ചിത്ര അക്കാദമി പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ബേസിക്കായ കാര്യങ്ങൾ തന്നെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒന്ന്, അക്കാദമിക്ക് സ്വന്തമായ ഒരു ഓഫീസ് അക്കാദമിയുടെ ഫണ്ടിൽ നിന്ന്, സാധാരണ കേരളത്തിൽ ഒരു അക്കാദമിയും, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. അതുപോലെ പല അക്കാദമിയിൽ നമ്മളെല്ലാം പ്രവർത്തിച്ചത്, നമ്മൾ പലതിലും പോയിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ ഗവൺമെൻറ് ഫണ്ടോട് കൂടിയിട്ട് ഗവൺമെൻറ് കെട്ടിക്കൊടുക്കുക
എന്നല്ലാതെ ചലച്ചിത്ര അക്കാദമിയിൽ ബാക്കി വന്ന പല കാരണങ്ങളെ കൊണ്ട് ബാക്കി വന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴക്കൂട്ടത്ത് ചലച്ചിത്ര അക്കാദമിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് കെട്ടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അങ്ങനെ കെട്ടുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാദമി ഒരു ഗവേഷണ കേന്ദ്രം എന്നുള്ള രീതിയിൽ അവിടെ നിരവധി സിനിമകളുടെ ശേഖരമുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ട്, നിരവധി ആളുകൾക്ക് അവിടെ ഗവേഷണത്തിന് വരാൻ കഴിയുന്നുണ്ട്. നഗരത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, പക്ഷേ അതിൻ്റെതായ സൗകര്യങ്ങൾ മാത്രമല്ല അവിടെ വളരെ നല്ല രീതിയിലുള്ള തിയേറ്റർ സിനിമാ പ്രദർശന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവാർഡുകൾക്കായാലും മറ്റ് സെലക്ഷൻ പ്രൊസീജിയറൊക്കെ ഏത് പ്രൊസീജിയറിനും അവിടെ വളരെ രഹസ്യം നിലനിർത്താൻ പറ്റും. നഗരത്തിൻ്റെ നടുക്കല്ല. അതുപോലെ തന്നെ അവർക്ക് വളരെ സാവകാശത്തോടു കൂടിയിട്ട് അതിൻ്റെ ജൂറിക്കൊക്കെ പ്രവർത്തിക്കാൻ. ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചിലപ്പോൾ വില ഉണ്ടാവില്ല, പക്ഷേ അത് അങ്ങനെയൊക്കെ തന്നെ കെട്ടിപ്പൊക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അക്കാദമിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഏകദേശം 40-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും അതുപോലെ തന്നെ ഫെലോഷിപ്പുകളും 25 ഫെലോഷിപ്പിനുള്ള അപ്ലിക്കേഷൻ വർദ്ധിച്ചതുകൊണ്ട് നമ്മൾ പ്രത്യേക സാങ്ഷൻ എടുത്തിട്ട് ഫെലോഷിപ്പിന് പുറമെ ചെറിയ സംഖ്യ മാത്രം താഴ്ത്തിയിട്ട് പിന്നെ ഗവേഷണ അലവൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് നിരവധി പുസ്തകങ്ങളാണ് അതിൻ്റെ ഭാഗമായി പിന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ പുസ്തകങ്ങളൊന്നും തന്നെ അച്ചടിച്ച് തീരാൻ പോലും അതിനുശേഷമുള്ള 5 വർഷത്തെ അക്കാദമിക്ക് സാധിച്ചിട്ടില്ല. പുതിയതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഒരു അക്കാദമിനെ ആ സമയത്തെല്ലാം ഗംഭീരമായിരുന്നു, പിന്നെ മോശമായിരുന്നു എന്ന് ഇപ്പം പറയുന്നതിന് വേണ്ടി എളുപ്പത്തിൽ പറയുകയല്ല. അതിനുശേഷവും പ്രവർത്തിച്ചല്ലോ. ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആയിരുന്നു, അതേ പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ആ ഘട്ടത്തിൽ ഇതിലുള്ള പുസ്തകങ്ങൾ മുഴുവൻ അടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പുതിയതായി ഒരു പരിപാടി അവിടെ അങ്ങനത്തെ അക്കാദമിക്കായിട്ടുള്ള സംഭവങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ കമലിൻ്റെ നേതൃത്വത്തിൽ അന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി പറയേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിന് പല എതിർപ്പുകൾ അന്ന് നേരിടേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, അദ്ദേഹം ഒരു ദേശീയ ഗാനം ആലപിക്കുന്നത് നിർബന്ധവുമായി ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ച സമയത്ത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് അദ്ദേഹത്തിനുണ്ടായത്. കമാലുദ്ദീൻ എന്ന ഒരു മുസ്ലിമാണ്, ഇയാൾ ഇന്ത്യക്കെതിരാണ്, രാജ്യദ്രോഹിയാണ് എന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലുടനീളം അദ്ദേഹത്തിനെതിരായിട്ട് ഉള്ള ഇതുണ്ടായി. അന്ന് അദ്ദേഹത്തിന് അനുകൂലമായ നിരവധി സമ്മേളനങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാനും അതൊക്കെ കൂടി പങ്കെടുത്തു കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഒരു പരസ്യമായൊരു സമ്മേളനം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ ഇന്ന് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഇത് എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ വളരെ ഒരു തരത്തിൽ നമ്മളുടെ കലാപ്രവർത്തനത്തിൻ്റെ തന്നെ അഭേദ്യ ഭാഗമായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ കലാവീക്ഷണത്തിൻ്റെ തന്നെ ചില പ്രത്യേകതകൾ ഇതിലുണ്ട് എന്നത് ഞാൻ എൻ്റെ ഈ തുടർന്നുള്ള ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സിനിമകളെയും സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അതെല്ലാം ഓരോന്നിൻ്റെയും ഇഴകീഴി പരിശോധിക്കുന്നതിനൊന്നും സാധിക്കില്ല. മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളെയും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ്, വിമർശകൻ എന്നുള്ള രീതിയിൽ. അദ്ദേഹത്തിന് തന്നെ ഇരുത്തിക്കൊണ്ട് വിമർശിച്ചിട്ടുണ്ട്. ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് തന്നെ വിമർശിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ. പക്ഷെ വളരെ ജനാധിപത്യപരമായിട്ടും വളരെ സൗഹൃദത്തിലും അതുപോലെ തന്നെ വളരെ സംവാദാത്മകമായും അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു മികവും അതുപോലെ തന്നെ പാകതയും പക്വതയൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൂടിയായിട്ടുള്ള ബഹദൂറിൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹം. ബഹദൂർ മലയാള സിനിമയിലെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറാണ്, നമുക്കറിയാം ബഹദൂർ. ആ ബഹദൂറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പടിയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം പിന്നീട് അകാലത്തിൽ നിര്യാതനായി. ആ പടിയൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ത്രാസം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ അദ്ദേഹം എഴുതുന്നുണ്ട്. അത് ഒരു ഓഫ് ബീറ്റ് സിനിമ എന്നുള്ള രീതിയിലാണ് അന്ന് ഇതാക്കിയിട്ട്. എനിക്ക് ആ സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ദീർഘകാലം അദ്ദേഹം സിനിമയിൽ വരുന്നതിന് വേണ്ടിയിട്ട് കോടമ്പാക്കത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വായിച്ചാൽ അറിയാൻ കഴിയും. വളരെയധികം വേദനകൾ അനുഭവിച്ച് പട്ടിണി പോലും കിടന്നുകൊണ്ട് ആ സിനിമയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ശ്രമങ്ങൾ നടത്തി. അങ്ങനെ അദ്ദേഹം 1986 ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ മിഴുനീർ പൂവുകൾ എന്ന ജോൺ പോളാണ് അന്ന് തിരക്കഥ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും കുറച്ച് സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ളത്. മിക്കവാറും ജോൺ പോൾ, രഞ്ജിത്ത്, അതുപോലെ ടി എ റസാക്ക്, ഷാഹിദ്, അങ്ങനെയുള്ള പല മലയാളത്തിലെ പ്രധാനപ്പെട്ട തിരക്കഥാകൃത്തുക്കളും ആണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളത്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മിഴുനീർ പൂവുകൾ എന്ന സിനിമയ്ക്ക് ജോൺ പോളാണ് അതിൻ്റെ തിരക്കഥ എഴുതുന്നത്.
ഇത് 86 മിഴുനീർപ്പുകൾ. ഇന്നിപ്പോൾ അത് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു, അല്ലെങ്കിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ടൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ ഇന്നത് നമ്മളെ ഓർമ്മയിലൊന്നും അത്ര എപ്പോഴും നിൽക്കുന്നതല്ല. കാരണം കമലിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളായിട്ട് നമ്മൾ പലപ്പോഴും പറയുക കറുത്ത പക്ഷികൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ സെല്ലുലോയിഡ്, ആമി, അതല്ലെങ്കിൽ പിന്നെ വളരെ ഹിറ്റായിട്ടുള്ള നിറം, നമ്മൾ, സ്വപ്നക്കൂട്, വിഷ്ണുലോകം, അങ്ങനെയുള്ള കുറേ സിനിമകളാണ്. ഈ മിഴുനീർപ്പൂകൾ അങ്ങനെ എല്ലാവരും കോട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവാം. അത് 86 ഇറങ്ങുന്നത്. 87 ഒരു സിനിമ വരുന്നുണ്ട്, തൂവാനത്തുമ്പികൾ. നമുക്ക് എല്ലാവർക്കും ഓർമ്മ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കൾട്ട് സിനിമ എന്നാണ് പറയുന്നത്, തൂവാനത്തുമ്പികൾ. പത്മരാജൻ തിരക്കഥ എഴുതി പത്മരാജൻ തന്നെ സംവിധാനം ചെയ്തതാണ്. ഈ 2 സിനിമകളിലും ചില സമാനമായ ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഒന്ന്, 2ലും മോഹൻലാലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ ഇവോൾവ് ചെയ്ത് വരുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട നടൻ എന്നുള്ള അഭിനേതാവ് എന്നുള്ള എനിക്ക് അദ്ദേഹം ഇവോൾവ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ 2ലും വിവാഹപൂർവ്വ ലൈംഗിക സാഹസികതകളിലൂടെ പോകുന്ന ഒരു കഥാപാത്രമാണ്, ഒരു ആൺ കഥാപാത്രമാണ് മോഹൻലാലിൻ്റേത്. അതിൽ തൂവാനത്തുമ്പികൾ എന്ന സിനിമയിൽ അതൊരു കൾട്ട് സിനിമയാണ് എന്ന രീതിയിൽ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെടുകയും അതിൻ്റെ ഇപ്പോഴും നമ്മൾക്കിപ്പോഴും ഇപ്പോൾ കേരളത്തിലോ പുറത്തോ എവിടെയെങ്കിലും ഒരു മഴ പെയ്താൽ ഉടനെ ആൾക്കാർ പറയും മഴ പെയ്തു, ക്ലാര കയറി വരുന്നു, അങ്ങനെയാണ് പറയുക. അതുപോലെ സുമലത ഇലക്ഷനിൽ മത്സരിച്ചാൽ ആ ഇലക്ഷൻ ആരാണ് അവർ മത്സരിക്കുന്നത്, ഏത് പാർട്ടിയിലാണ് മത്സരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത്, അവർ ജയിക്കുന്നുണ്ടോ തോൽക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അവർ ക്ലാരയായിരുന്നു എന്ന ഈ രീതിയിൽ നമ്മുടെ ഈ പൈങ്കിളി പത്രപ്രവർത്തനത്തിൻ്റെയും നമ്മളുടെ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഗൃഹാതുരത്വം എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൻ്റെയൊക്കെ തന്നെ വളരെയധികം നമ്മളെ ബോറടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി വരുന്ന, മഴ തന്നെ പെയ്തില്ലെങ്കിലും വേണ്ടില്ല ഈ ക്ലാര കയറി വരാതിരിക്കട്ടെ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കയറി വരുന്ന ഈ ക്ലാര ആരാണ്? വ്യഭിചാരത്തിലേക്ക് വരുന്ന ഒരു യുവതി, വ്യഭിചാരത്തിലേക്ക് വരുന്ന ആ സെക്സ് ഇൻഡസ്ട്രിയിലേക്ക്, സെക്സ് മാംസക്കച്ചവടം എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കാറുള്ള ആ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു യുവതിയെ ആദ്യമായി ബലാത്സംഗം ചെയ്യുന്ന ഒരാളാണ് ജയകൃഷ്ണൻ. ആ ജയകൃഷ്ണൻ പിന്നീട് കുടുംബത്തിൻ്റെ അനുസരിച്ചുള്ള വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിക്കുന്ന അത് റെഡി ടു വെയിറ്റ് ഭാര്യ, അത് പിന്നെ എത്രയോ കഴിഞ്ഞിട്ട് ജിതിനാണ് ആ വാക്ക് കണ്ടുപിടിച്ചത്, KC ജിതിൻ എന്നൊരു പുതിയ നിരൂപകനാണ്. റെഡി ടു വെയിറ്റ് ഭാര്യമാർ എന്ന് പറയും. അവർ ഈ പിന്നെ പുരുഷ കഥാപാത്രത്തിൻ്റെ എല്ലാവിധ സാഹസികതകളും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവരവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും എടുക്കാതെ ഒറ്റപ്പാലം സ്റ്റേഷൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒറ്റപ്പാലം സ്റ്റേഷൻ ഐലൻഡ് എക്സ്പ്രസ്സിൽ കുട്ടിയായിട്ട് ഈ സുമലതയും സോമനയും കൂടിയിട്ട് വരുന്ന സമയത്ത് അതെല്ലാം കണ്ട് യാത്ര പറഞ്ഞ് ജയകൃഷ്ണൻ ഇറങ്ങുന്ന സമയത്ത് ജയകൃഷ്ണൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. കാരണം പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലാണ്. ടിക്കറ്റ് എടുക്കാതെ സുമലതയല്ല പാർവതീൻ്റെ ക്യാരക്ടർ പിന്നിൽ നിൽക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ളൊരു സിനിമയെ നമ്മൾ കൾട്ട് സിനിമ എന്ന് പറയുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ വിവാഹപൂർവ്വ കാലഘട്ടത്തിൽ ബലാത്സംഗങ്ങളും അതുപോലെ തന്നെ കാമവേട്ടകളും നടത്തിക്കൊണ്ടിരിക്കുന്ന റിച്ചാർഡ് എന്നൊരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ മിഴുനീർപ്പൂവുകൾ എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ സ്റ്റെനോഗ്രാഫറായി വരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി ആദ്യം ബന്ധപ്പെടുകയും പിന്നീട് ഒപ്പമുള്ള മർച്ചൻ്റ് നേവിക്കാരായ 4 പേർക്ക് കൂട്ടബലാത്സംഗം ചെയ്യുന്നതിന് അനുവദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരാൾ അവിടെ വേറൊരു ക്യാരക്ടർ ഉർവശിയുടെ അതിൽ പ്രധാനപ്പെട്ട അശ്വതി എന്ന നായികയെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവരുടെ ഭർത്താവ് തന്നെ അതിൻ്റെ ഒരു ആഘാതത്തിൽ മരിക്കുകയാണ്. ഇതിനുശേഷം ഇത് നമ്മളുടെ പിന്നെ ഒരു റിയാലിറ്റിയിലേക്ക്, നമ്മളുടെ കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടൊരു ജയകൃഷ്ണനാക്കി മാറ്റുകയും ആ ജയകൃഷ്ണൻ പിന്നെ പല ക്യാരക്ടറായി നമ്മളുടെ സിനിമയിൽ പിന്നെ ആവർത്തിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. അതാണോ യഥാർത്ഥത്തിൽ ഈ റിച്ചാർഡ് എന്ന ക്യാരക്ടറിന് പിന്നെ അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹം ചെയ്ത സ്ത്രീ ഈ പറഞ്ഞ വേണമെങ്കിൽ അത് റെഡി ടു വെയിറ്റ് ഭാര്യയായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ പിന്നെ കാത്തുക്കാം, അതിന് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ആയിലാണ്. അതിന് പകരം അവരെ ഈ പറഞ്ഞ ഇദ്ദേഹം തന്നെ പങ്കിട്ടാൻ ഈ സ്റ്റെനോഗ്രാഫറെ പങ്കിട്ട അതേ ആളുകൾ, ആ ബലാത്സംഗം അതേ ആളുകൾ ഇവരെ കടിച്ചു കീറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്യാരക്ടർ തമ്മിലുള്ള ഈ മിഴുനീർപ്പൂവുകളും പിന്നെ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ തൂവാനത്തുമ്പികളും തമ്മിൽ നമ്മൾ ഉള്ള ഈ താരതമ്യം, അങ്ങനെ താരതമ്യം ചെയ്യണോ വേണ്ടയോ എന്നത്, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമൽ പുലർത്തുന്ന സാമൂഹികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ മാനുഷികതയെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ പുലർത്തുന്ന ഒരു ജാഗ്രതയാണ് ഞാൻ അതിൽ നിന്ന് കാണുന്നത്. ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടാവും, നമ്മളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ടാവില്ല. ഈ ജാഗ്രത അദ്ദേഹം തുടർന്നുള്ള കാലത്തും പലപ്പോഴും പിന്തുടർന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രഞ്ജിത്ത് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് പിന്നീട് സംവിധായകനായി. പിന്നെ ഈ രഞ്ജിത്തിൻ്റെ അദ്ദേഹം ഒരു സിനിമ ആദ്യം എനിക്ക് തോന്നുന്ന മെയ് മാസപ്പുലരി അങ്ങനെ ഏതോട്ടാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ
പിന്നെ രഞ്ജിത്തിൻ്റെ ആദ്യ തിരക്കഥകൾ എല്ലാം തന്നെ കമലാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ പ്രാദേശിക വാർത്തകൾ, അതുപോലെ പൂക്കാലം വരവായി, പിന്നെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഈ സിനിമയെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ സിനിമകളാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവല്ല. ഈ സിനിമകളെല്ലാം രഞ്ജിത്ത് എഴുതി പിന്നെ ശ്രീ കമൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളാണ്. അതിന് ശേഷം പിന്നീട് പിന്നെ കമൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ഇതുകളായിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചില രഞ്ജിത്ത് അതിൽ നിന്ന് മാറിയിട്ട് പിന്നീട് ഒറ്റപ്പാലം സിനിമകളെന്ന് നമ്മൾ വിളിക്കുന്ന ആറാം തമ്പുരാൻ, നരസിംഹം, ദേവാസുരം, രാവണപ്രഭു, അങ്ങനെ കുറേ സിനിമകളിലേക്ക് പോവാൻ. ഈ സിനിമകളിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന നായകത്വം, ആ നായകത്വം കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സവർണാധിക്യത്തിൻ്റെയും ഒരു ഹിന്ദുത്വ പുനരുത്ഥാനത്തിൻ്റെയും വലിയ ഒരു ഇത് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ ശ്രീ കമൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും ഈ പറഞ്ഞ വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഒറ്റപ്പാലത്ത് നിന്ന് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. പല സിനിമകളിലും തമ്പുരാൻ കഥാപാത്രങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ അശ്വതി വർമ്മ, മെഴുനീർപ്പുകൾ അശ്വതി വർമ്മയും അവരുടെ ഭർത്താവ് നെടുമുടി വേണുവും തമ്പുരാക്കളാണ്. അതുപോലെ ഈ പിന്നെ വേറൊരു സിനിമയിലെ ഈ പിന്നെ വിഷുലോകത്തിൽ മുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം. പക്ഷെ അവരെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വ പുനരുത്ഥാനത്തിലൂടെ ഒരു വലതുപക്ഷവൽക്കരണത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നില്ല. കുറെ കൂടി റിയലിസ്റ്റിക്കായി നമുക്ക് വിയോജിക്കാം, കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള. അപ്പം ഇതിനെ അദ്ദേഹം തന്നെ കമലിൻ്റെ തന്നെ ഒരു സിനിമയിൽ വളരെ അദ്ദേഹം പിന്നെ ഏത് രീതിയിലാണെന്ന് അറിയാം. ഞാൻ അതിനെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ ഈ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ JC ദാനിയലിൻ്റെ ബയോപിക്കാണ്. ഈ JC ദാനിയലിൻ്റെ മകൻ JC ദാനിയലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരികയാണ്, നാഗർകോവിലിന്. അപ്പോൾ ഈ JC ദാനിയൽ ആണോ മലയാള സിനിമയുടെ പിതാവ് എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ എടുത്തതിൻ്റെ പേരിൽ തന്നെ അന്ന് ന്യൂസ് അവർ ചർച്ചകളും വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. കക്ഷി രാഷ്ട്രീയ, ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല, അതൊക്കെ നമുക്ക് വേറൊരു ഇതിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിലൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന JC ദാനിയലിൻ്റെ മകൻ ഈ ഡോക്യുമെൻ്ററിയുടെ ആദ്യ പ്രദർശനത്തിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ, കാരണം നമുക്കറിയാം അവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടെയുള്ള ഒരു ന്യൂ തിയേറ്റർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഓൾഡ് തിയേറ്ററാണ്, പക്ഷെ അതിൻ്റെ പേര് ന്യൂ തിയേറ്റർ എന്നാണ്. ആ ന്യൂ തിയേറ്ററിൽ നരസിംഹം എന്ന സിനിമയുടെ പെട്ടി വരികയാണ്. അതായത് അവിടെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നരസിംഹം സിനിമ കാണിക്കാൻ വേണ്ടി വരികയും അതിൻ്റെ പെട്ടിയുടെ അതിൻ്റെ ആഘാതം, അപ്പോൾ മലയാള സിനിമ വിഗതകുമാരനിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹ്യമായ അതിൻ്റെ സോഷ്യൽ ആയ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ നീലക്കുയിൽ നിന്ന്, ഭാർഗവി നിലയത്തിൽ നിന്ന്, ജമ്മീനിൽ നിന്ന്, നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ നിന്ന്, ഓളവുംതീരവിൽ നിന്ന്, നിർമാല്യത്തിൽ നിന്ന്, പിന്നീടുള്ള ഇതിൽ നിന്നെല്ലാം യാത്ര ചെയ്ത് നമ്മൾ നരസിംഹത്തിലെത്തി നിൽക്കുന്നു എന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു പൊളിറ്റിക്കലായ, അപ്പോൾ സാധാരണ രീതിയിൽ കക്ഷി രാഷ്ട്രീയപരമായ അംശങ്ങളൊന്നും തന്നെ കമലിൻ്റെ സിനിമയിൽ അധികം കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജാഗ്രത, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവന ഇതിലൂടെ വരികയുണ്ടായി. പിന്നീട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പിന്നെ ചലച്ചിത്ര സംഘാടന പ്രവർത്തനത്തിൽ ഇത് വേറെ രീതിയിൽ വന്നു കേട്ടോ. കാരണം അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രഞ്ജിത്തിനെയാണ് കൊണ്ടുവരുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഈ നരസിംഹത്തിൻ്റെ പെട്ടി, ഈ JC ദാനിയലിൻ്റെ മകൻ വരുന്ന സമയത്ത് നരസിംഹത്തിൻ്റെ പെട്ടി തിരുവനന്തപുരത്ത് വന്ന് മലയാള സിനിമയെ തന്നെ മൂടുന്നത് പോലെ രഞ്ജിത്ത് വന്നു. പിന്നെ അതിൻ്റെ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാനത് ഒരു വ്യക്തിപരമായ ആക്ഷേപത്തിന് ഇവിടെ നിൽക്കുന്നില്ല. പക്ഷേ നമ്മൾ രഞ്ജിത്തിനെ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത്, കമലിനെ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത് എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സിനിമകളെ പിന്നെ എനിക്ക് അതിനോട് പിന്നെ വിരോധം തോന്നിയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്, ചില അംശങ്ങളുണ്ട്, അതൊക്കെ അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ നമ്മളുടെ വേറെ എന്തെങ്കിലും ഇതുകൊണ്ടല്ല നമ്മൾ സംസാരിക്കാതിരിക്കുന്നത്, അതല്ല, അതിൽ നിന്നല്ല അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ സെല്ലുലോയിഡ് പോലെ, ആമി പോലെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിഷ്ണുലോകം പോലെ, വിഷ്ണുലോകം ഒരു നാടോടിയായ, കാരണം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ആറാം തമ്പുരാനും ഒക്കെ മോഹൻലാലിനെ അവതരിപ്പിക്കുമ്പോൾ ഒരു നാടോടിയായ ഒരു സർക്കസുകാരൻ, അയാൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാത്ത ഒരാൾ, ആ ഒരു കഥാപാത്രത്തിനെ നായകനാക്കിക്കൊണ്ട് ഈ പിന്നെ വർമ്മയെ അല്ലെങ്കിൽ തമ്പുരാനെ തന്നെ വില്ലനാക്കിക്കൊണ്ടുള്ള സിനിമ അത് ഹിറ്റാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പരാമർശിക്കേണ്ട ഒരു സിനിമയാണ് 92-93 വന്നിട്ടുള്ള ഗസൽ എന്ന സിനിമ. അദ്ദേഹം തന്നെ അത് പലപ്പോഴും പിന്നെ
അത് ആവർത്തിച്ച് ഞാൻ ഈ പ്രഭാഷണത്തിൽ വരുന്നതിന് മുൻപ് അത് വീണ്ടും കാണുകയുണ്ടായി. ആ സിനിമ നമ്മളുടെ മുസ്ലിം സോഷ്യൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് സിനിമയിൽ. നേരത്തെ ഉമ്മ, സുബൈദ, അല്ലെങ്കിൽ അച്ഛനും ബാപ്പയും, പിന്നെ ഖദീജ, അല്ലെങ്കിൽ ഈവൻ ഓളവും തിരവും വരെ വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. ഇത്തരത്തിലുള്ള സിനിമകൾ അവയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം സോഷ്യൽ എന്ന് പറയുമ്പോൾ മുസ്ലിം സാധാരണ പറയുന്ന കഥകൾ തന്നെയാണ്. പ്രതികാരം, അതല്ലെങ്കിൽ കാമാർത്തി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളൊക്കെ തന്നെയാണ് നമ്മളെ സിനിമയിൽ വരുന്നത്. പക്ഷേ ഇതിനെ ഒരു മുസ്ലിം സോഷ്യൽ പശ്ചാത്തലത്തിൽ പിന്നെ അത് അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാമുദായികതയെയും നാടുവാഴിത്തത്തെയും അതുപോലെ തന്നെ പുരുഷാധിപത്യത്തെയും എല്ലാം വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഇതിവൃത്തമാണ് ഇത്തരം പല സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുക. അത് തന്നെയാണ് ഈ ഗസൽ എന്നുള്ള സിനിമയിലുള്ളത്. പക്ഷെ അത് എപ്പോഴാണ് ഇറങ്ങുന്നത്? 92-93 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ആണ് ബാബറി മസ്ജിദ് പൊളിക്കുന്നത്. അപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഗസൽ പോലെയുള്ള ഒരു സിനിമ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമയല്ല ഇനി വേണ്ടത്, ധ്രുവം പോലെയുള്ള ഒരു സിനിമ, ജോഷി സംവിധാനം ചെയ്ത ധ്രുവം, നമ്മളിന്ന് ഇതാണ് അതിൽ പിന്നെ നരസിംഹ മന്നാടിയാർ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന, അതിലേക്ക് പോകുന്നില്ല. അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ അതിൻ്റെ തുടർച്ചയായി വരിക. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സമൂഹവും നമ്മളുടെ കാഴ്ചയും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് തന്നെ പിന്നീട് എടുക്കാൻ പിന്നെ സാധിക്കാത്ത രീതിയിൽ ഈ ഇതിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഞാൻ നിരവധി ആളുകൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കറുത്ത പക്ഷികൾ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അതിലും പിന്നെ നേരത്തെ പറഞ്ഞ വളരെ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള മമ്മൂട്ടി, വളരെ ഗ്ലാമറസായ, അതുപോലെ തന്നെ വളരെ പുരുഷാധിപത്യത്തിൻ്റെ അതുപോലെ എല്ലാം ഇത് കാണിക്കുന്ന വലിയ കഥാപാത്രങ്ങൾ നിരവധി അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഒരു തമിഴൻ, ഒരു വളരെ ഇതായിട്ടുള്ള വളരെ ഒരു സാധാരണക്കാരനായ, അതേസമയത്ത് തന്നെ മലയാളി പോലും അല്ലാത്ത രീതിയിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ആളല്ല എന്ന രീതിയിൽ നമ്മൾ തള്ളിമാറ്റുന്ന ഒരു ഇസ്തിരിപ്പെട്ടി, ഒരു ഇസ്തിരിക്കാരനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മളുടെ സിനിമയിൽ നിന്ന് ഇതിനകം മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ കറുത്ത പക്ഷികൾ എന്ന സിനിമ വരുന്നത്. അതുപോലെ തന്നെ ഗദ്ദാമ സിനിമയെ ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിൽ ഈ വീട്ടുവേലക്കാരികൾ അവർ വിദേശത്ത് പോകുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു റിയാലിറ്റി അതിലുണ്ട്. ആ റിയാലിറ്റികൾ അങ്ങനെ നിരവധി സിനിമകളുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം പറയുന്നില്ല. മധു ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു പ്രബന്ധം തന്നെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സമയം അപഹരിക്കാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സെല്ലുലോയിഡ് എന്ന സിനിമ കാരണം യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളുടെ മലയാള സിനിമ 1928 അല്ലെങ്കിൽ 30, അതിൻ്റെ ഇപ്പോൾ വർഷത്തെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ തർക്കമുണ്ടാവും. 2 വർഷം കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, 100 വർഷം തികയ്ക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ അത് സാധ്യമല്ലാത്ത രീതിയിൽ അത് ബാലനിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു മലയാള സിനിമയുടെ ചരിത്രം എഴുത്തിനെ തന്നെ ബാധിച്ചുകൊണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവാണെന്ന് പറയുന്ന സമയത്ത് നമുക്കത് ആർക്കും തന്നെ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു കാരണം, നമ്മൾ അക്കാദമി ഫെലോഷിപ്പ് കൊടുത്ത് ഇനിയും പുറത്തു വരാത്തൊരു പുസ്തകമുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, നേരത്തെ 40-50ഓളം പുസ്തകങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് ഈ 5 കൊല്ലം ഒരു ഫെലോഷിപ്പും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പുസ്തകം പോലും മുഴുവനായിട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ആ അക്കാദമി വളരെ മേലെ ഇത് മോശം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ PN ഗോപികൃഷ്ണൻ, കവി കൂടിയായിട്ടുള്ള PN ഗോപികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ കഥ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകത്തിനടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ്. വലിയൊരു പുസ്തകമാണ്. അതിൻ്റെ 2ാം ഭാഗം അദ്ദേഹം എഴുതുകയാണ്, ഗാന്ധിവധം വരെ ഉള്ളതാണ്. അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് മലയാള സിനിമയിലെ ഫാൽക്കെ സാമ്രാജ്യം എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഹിന്ദു പുരാണാഖ്യാനങ്ങളെക്കുറിച്ചുള്ളൊരു പഠനമാണ്. അതിൻ്റെ പഠനം തന്നെ, പുസ്തകത്തിൻ്റെ പേര് ഇതാണ്, മലയാള സിനിമയിലെ ഫാൽക്കെ സാമ്രാജ്യം. അക്കാദമിക്ക് സമർപ്പിച്ച് അതെല്ലാം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് 5 കൊല്ലം മുന്നേ നമ്മൾ വെറ്റ് ചെയ്തിട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഇതാണെന്ന് പറഞ്ഞ് കൊടുത്താണ്. എന്താണെന്നറിയില്ല, പുറത്തു വന്നിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ പറയുന്നുണ്ട് ഈ ഫാൽക്കെ, കാരണം അദ്ദേഹം ഹിന്ദു പുരാണ കഥയാണ് എടുത്തത്, അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അത് ഇന്ത്യൻ സിനിമയുടെ ആദ്യ സിനിമയാണെന്ന് പറയാൻ യാതൊരു മടിയില്ല. നേരെ മറിച്ച് JC ഡാനിയൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സവർണജാതിയിൽപ്പെട്ട ആളല്ല. അദ്ദേഹം എടുക്കുന്ന കഥ പുരാണമല്ല, അതിൽ ദളിത് സ്ത്രീ അഭിനയിക്കുന്നു. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് കടമ്പകൾ, ഒരു എടുക്കപ്പെട്ട സിനിമയ്ക്ക് പലതരത്തിലുള്ള കടമ്പകൾ, അത് ഒക്കെ ഈ പുസ്തകത്തിലുള്ള ചില ലേഖനങ്ങൾ, ആ സിനിമയ്ക്ക് എതിരായ ലേഖനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തോട്ടം രാജശേഖരനൊക്കെ എഴുതിയ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സംഘർഷാത്മകമായ ഒരു വന്ന ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ പിന്നെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പം നമുക്ക് അങ്ങനെയാണ്, ജനന സർട്ടിഫിക്കറ്റ്, പൗരത്വ സർട്ടിഫിക്കറ്റ്, ആധാർ, SIR, പല രേഖകൾ കാണിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ തന്നെ ആവിയായി പോകും.
അതാണല്ലോ നമ്മളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതേപോലെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ ജീവിതം കൊടുത്ത്, അയാളുടെ സ്ഥലം വിറ്റ്, അയാൾ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന പേരിൽ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് ഒരു സ്റ്റുഡിയോ തന്നെ കെട്ടി അവിടെ ഒന്ന് സിനിമ ഉണ്ടാക്കുന്നു. ആ സിനിമയ്ക്ക് അതിൻ്റെതായ അന്നത്തെ കാലഘട്ടത്തിൻ്റെതായ ചില പരിമിതി ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സിനിമയ്ക്ക് അതിൽ പിന്നെയും ഇല്ല എന്ന് പറയാനാണ് വേണ്ടിയിട്ട് തന്നെ വലിയ ശ്രമം നടക്കുന്നു. അത് മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ അത് ഇതാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് നോവലുണ്ടായി, പുസ്തകങ്ങളൊക്കെ ഉണ്ടായി. അതിലൊക്കെ ചില കുറവുകളും സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് മലയാള സിനിമയിൽ ഒരു അതിൻ്റെ മുഖ്യധാരയിലേക്ക് തന്നെ ഒരു സിനിമയായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പരിശ്രമത്തിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അത് കൊണ്ടുവരികയും അത് നേരത്തെ പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെട്ടു. അത് ഏറ്റവും നല്ല മലയാള സിനിമയായിട്ട് ദേശീയ അവാർഡ് കിട്ടി, അതുപോലെ തന്നെ സംസ്ഥാനത്തും കിട്ടി. അത് ഞങ്ങൾക്ക് അതിൽ ഈ പുസ്തകം അന്ന് അത് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സിനിമ അതുപോലെ തന്നെയാണ് ആമി, മാധവിക്കുട്ടി, കമലാ സുരയ്യ. ആ കമലാ സുരയ്യ എന്ന പേരും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളാണ്. കാരണം അതിലേക്ക് അഭിനയിക്കാൻ എല്ലാം ഏറ്റിരുന്ന വിദ്യാബാലൻ പിന്നീട് പിന്മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മഞ്ജു വാര്യർ അഭിനയിച്ചു, അതൊക്കെ കാര്യം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലേഖനം, വളരെ ദീർഘമായ ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ദൃശ്യതാളത്തിൽ അതിൽ ചില ഭാഗങ്ങൾ ദൃശ്യതാളത്തിലുണ്ട്. ഈ ഇതിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം ഇനിയും നീട്ടുന്നത് ഒട്ടും തന്നെ ഔചിത്യപൂർണ്ണമാവില്ല എന്നതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള കമലിനെ ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. വളരെ നന്ദി ശ്രീ GP രാമചന്ദ്രൻ. അടുത്തതായി ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ശ്രീ കമലുമായിട്ടുള്ള മുഖാമുഖം നടക്കുന്നതിനാൽ വളരെ ചുരുക്കി ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കമലിൻ്റെ 50ഓളം വരുന്ന സിനിമകൾ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത ഭൂതകാലം വർത്തമാനം എന്ന നിലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഭൂതകാലം ക്രമേണ ഇല്ലാതാവുകയാണ്. എല്ലാം സമകാലമാകാവുന്ന തരത്തിലേക്ക് സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കമലിൻ്റെ സിനിമകളെ വീണ്ടും കാണാനും മാറിയ കാലത്ത് അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. കാഷ്വലായിട്ട് നമ്മൾ കണ്ട കമലിൻ്റെ എല്ലാ സിനിമയും കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളിങ്ങനെ ഒരു കാലത്ത് ആർട്ട് ഹൗസ് സിനിമകൾ കണ്ടിരുന്നൊരു കാലം, അതും ശൈലീകൃതമായിരുന്നു. ക്രമേണ അതിനും ഒരു ഫോർമുല ഇവോൾവ് ചെയ്ത കാലം. അക്കാലത്താണ് പടിയൻ്റെ ത്രാസം കാണുന്നത്. ഈ ആർട്ട് ഹൗസ് സിനിമയുടെ ഒരു തുടർച്ച പോലെയാണ് അത് വന്നത്. അപ്പോൾ അതിൽ അന്ന് തിരക്കഥ എഴുതിയ ആളെന്നുള്ള നിലയിൽ അക്കാലത്ത് കമലിനെ ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിലും പിൽക്കാലത്ത് കമലിൻ്റെ സിനിമകൾ കാണാൻ തുടങ്ങുകയും അദ്ദേഹത്തെപ്പറ്റി ആളുകൾ എഴുതാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ആ സിനിമയുടെ പുറകെ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം ആ സിനിമ ആ ഒരു രീതിയിൽ നിന്ന് മാറി നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. ഈ ഫ്രെഡറിക് ജെയിംസിനൊക്കെ പറഞ്ഞതുപോലെ ഉദാത്തമായ ഭാവുകത്വവും ജനകീയമായൊരു ഭാവുകത്വവും നിലനിൽക്കുന്നുണ്ടോ? സിനിമയിൽ മഹത്തായ കല അല്ലെങ്കിൽ മഹത്തല്ലാത്ത ജനപ്രിയ കല എന്നതിലേക്ക് വേർതിരിക്കാനാകുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പേ വരും. ഉത്തരാധുനികതയുടെ കാലത്ത് സാങ്കേതികവിദ്യയും മൂലധനം കേന്ദ്രീകരിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ കലയുടെ വേർതിരിവുകൾ മാറിപ്പോവുകയാണ്. ആരാണത് മാറ്റിയത്? മികച്ച സിനിമകൾ, ഉദാത്തമായ സിനിമകൾ, ജനപ്രിയ സിനിമകൾ എന്നുള്ള വേർതിരിവ് അതിൻ്റെ സൃഷ്ടാക്കൾ തന്നെ മാറ്റിയെടുത്തതാണോ, കാലം മാറ്റിയെടുത്തതാണോ എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പേ ഉണ്ട്. എല്ലാം കമ്മോഡിഫൈ ചെയ്യുന്ന, ചരക്കുവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് എല്ലാം ഒരു പ്രോഡക്റ്റാണ്. അത് സത്യജിത് റായുടെ സിനിമയാണെങ്കിലും അതൊരു പ്രോഡക്റ്റാണ്, രഞ്ജിത്തിൻ്റെ സിനിമയാണെങ്കിലും ഒരു പ്രോഡക്റ്റാണ്. ആ അർത്ഥത്തിൽ എല്ലാം ഇതിൻ്റെ ഈ വേർതിരിവുകൾ മാറിപ്പോയ കാലത്താണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം, ഈ സാധാരണ ആളുകൾ മതിമറന്ന് ആസ്വദിക്കുന്ന തരത്തിലുള്ള കലകൾ, അതിനൊരു മൂല്യം യഥാർത്ഥത്തിൽ ഉണ്ടോ, അതോ ന്യൂനപക്ഷം മാത്രം ആസ്വദിക്കുന്ന കലയ്ക്കാണോ മൂല്യം എന്നുള്ള പ്രശ്നം ഉത്തരാധുനികത വന്നതിന് ശേഷവും നമ്മുടെ മുമ്പേ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സാധാരണ ആളുകൾ കാണുന്ന ഇപ്പോൾ റീലുകൾ, ഷോർട്ട് ഫിലിമുകൾ,
സീരിയലുകൾ, സീരീസുകൾ, അപ്പോൾ അങ്ങനെയുള്ള ധാരാളം സിനിമാ രൂപങ്ങൾ വന്നിട്ട് ഇപ്പം ടെലിവിഷൻ, നമ്മുടെ മൊബൈൽ ഫോൺ, ബിഗ് സ്ക്രീന്, ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചയുടെ ഒരു രൂപം തന്നെ മാറിയ സമയത്ത് സിനിമ കാണുന്ന, എല്ലാത്തരം സിനിമകളും കാണുന്ന എല്ലാത്തിനും മൂല്യമുണ്ട്. ധാരാളമായി ആളുകൾ ചിരിച്ചു തള്ളുന്ന സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കമൽ അദ്ദേഹത്തിൻ്റെ ഈ 50ഓളം വരുന്ന സിനിമകൾക്ക് അതിൻ്റെ വിഷയങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു കലാകാരൻ എന്തിനാണ് ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ആമി എന്ന സിനിമ എടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത്? മൂലധനവുമായി ആരെങ്കിലും വന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് സെല്ലുലോയിഡ് എന്ന സിനിമ എടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്? എന്തുകൊണ്ടാണ് മേഘമൽഗാർ എന്നുള്ള സിനിമയും പ്രണയ ചിത്രങ്ങളും എടുക്കാൻ തയ്യാറാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആലോചിക്കുന്ന, അല്ലെങ്കിൽ മൂലധനവുമായി ആരെങ്കിലും എത്തുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ സിനിമയെ പറ്റിയുള്ള ചിന്തകൾ നടക്കുന്നു. ഇത് ഇവിടെയും ഫ്രെഡറിക് ജെയിംസിനെ നമ്മൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്ന് പറയുന്ന രാഷ്ട്രീയ അബോധം, ഇതിൻ്റെ ഒരു അബോധമായി വ്യക്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടമാണ്, ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രഷറാണ് കലാകാരനെ സിനിമ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാത്തരം സിനിമകൾക്കും നമ്മൾ കാണാത്ത, നമ്മൾ പറഞ്ഞതിനേക്കാൾ, നമ്മളിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ സംസാരിക്കാത്ത കാര്യങ്ങളാണ് ഏറെയും. നമ്മൾ സംസാരിച്ചതോടുകൂടി കാര്യങ്ങൾ തീരുന്നില്ല. നമ്മൾ സംസാരിക്കാതെ വിട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായി അവശേഷിക്കും. സിനിമയിലും നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്ക് ഉപരി അതിൽ പറയാതെ സൂക്ഷിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ കമലിൻ്റെ സിനിമയിലെ പ്രണയത്തെ നമ്മൾ എടുക്കാം. പ്രണയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ മേഘമൽഗാർ എന്നുള്ള സിനിമ ഞാൻ പല പ്രാവശ്യം കണ്ട സിനിമയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ മേഘമൽഗാർ ഇരുന്ന് കാണുന്നത് എന്ന് എനിക്ക് തന്നെ അറിയാം. എൻ്റെ ഭാര്യ വന്ന് ചോദിക്കും എത്രാമത്തെ പ്രാവശ്യമാണ് ഈ സിനിമ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വഴിയിൽ വിട്ടുപോയ ഒരു പ്രണയം തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ആലോചന എന്നെ എത്ര വിട്ടാലും വിടാതെ പിടികൂടുന്നുണ്ട്. എത്ര മറന്നാലും മറക്കാതെ ഈ നമുക്കുണ്ടായ പ്രണയങ്ങളൊക്കെയും ചിലപ്പോൾ ഒരു ഘോഷയാത്രയായി തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നെന്നിരിക്കും. ഇതെല്ലാ മനുഷ്യനും പേറുന്ന വ്യഥയാണ്. അത് അങ്ങനെയൊരു സന്ദർഭം ജീവിതത്തിൽ വന്നു ചേരില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു കാലം വന്നു ചേരുമോ എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്നിടത്താണ് അതിൻ്റെ പ്രശ്നം. ഇനി ഈ പ്രണയം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യം ആണോ? കമൽ കൈകാര്യം ചെയ്ത സിനിമകളിലെ എന്താണ് ഈ പ്രണയം എന്നുള്ള ഒരു വിഷയമാകാൻ കാരണം? നൈസർഗികമായി ഉണ്ടാകുന്ന മനുഷ്യ ചോദനകളെ ഒരു പ്രശ്നവൽക്കരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അർത്ഥം, നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ, കമ്മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ ചേരികളായി, ജാതികളായി, മതങ്ങളായി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു എക്കണോമിക്, സാമ്പത്തിക യന്ത്രത്തിൻ്റെ ഒരു പൽചക്രം മാത്രമായി മാറുന്നൊരു കാലത്ത് ആ മനുഷ്യന് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. അങ്ങനെ ആത്മാവ് നഷ്ടപ്പെടുന്നവൻ അവൻ്റെ ആത്മാവ് തേടുന്നതാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നത്, ഇപ്പോൾ ആർട്ട് ഓഫ് ലവിങ് എന്നൊരു ബുക്ക് എറിക് ഫോം എഴുതിയിട്ടുണ്ട്. പ്രണയം നിസ്സാരമായ ഒരു കാര്യമല്ല, അത് അതിൻ്റേതായ ഒരു ആർട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തെ പരിശോധിക്കുന്നതിന് പ്രണയത്തെ സാധ്യമല്ലാതാക്കുന്ന ഘടകങ്ങളെ പരിശോധിച്ചാൽ മതി. ഇപ്പോൾ വേറെ ഒന്നിനെയും പരിശോധിച്ചില്ല, പ്രണയത്തെ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു സമൂഹം എങ്ങനെയാണ് നിലനിൽക്കുന്നത് അറിയാം. ഒരു വീട്ടിൽ കലഹത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് പ്രണയം ആയിരിക്കും മിക്കവാറും. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അല്ല, മക്കളുടെ പ്രണയം പോലും. പ്രണയമെന്നൊരു വസ്തുത വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ കലഹം കൊണ്ടുവരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിലനിൽക്കുന്ന സമുദായത്തിനോട്, സമൂഹത്തോട് കുതറുന്ന എന്തോ ഒരു ഘടകമുണ്ട്. അതുകൊണ്ട് തന്നെ പേർത്തും പ്രണയത്തെപ്പറ്റി പറയണം. മനുഷ്യർക്കിടയിൽ യുക്തിസഹമായ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പ്രണയം മാത്രമാണ്. മനുഷ്യൻ വഴിയിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാലും കൂടെ വരാത്ത പ്രണയം. അങ്ങനെ പ്രണയത്തിൻ്റെ ഗായകനാണ്, പ്രണയത്തിൻ്റെ സെല്ലുലോയിഡുകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ. ഇപ്പോൾ കമലിൻ്റെ സിനിമകളിലെ ചലച്ചിത്ര ഗാന ചിത്രീകരണ രംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സിനിമയിൽ പാട്ട് വേണോ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിലും നമ്മൾ ആസ്വാദകരുടെ പക്ഷത്ത് നിൽക്കുമ്പോഴും കമലിൻ്റെ സിനിമയിലെ പാട്ട് ചിത്രീകരണ രംഗങ്ങൾ, കൊച്ചു ഷോട്ടുകൾ, ഇത് നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നത് ഈ പാട്ടുകൾ തന്നെ പ്രണയത്തിൻ്റെ ഒരു വ്യവഹാരമായി മാറുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആദിബോധം മുതൽ തന്നെ അവൻ്റെ കൂടെ, അവൻ കുടഞ്ഞു കളഞ്ഞാലും പോകാതെ നിൽക്കുന്ന വ്യഥയായി, മധുര നൊമ്പരമായി നിൽക്കുന്ന പ്രണയത്തിൻ്റെ ഗായകർ
ഏറെ ഉണ്ടാകും. അപ്പോൾ കമൽ എന്ന സംവിധായകനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പലതും മാറ്റിവെക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും കോർ ആയ വിഷയത്തെ അദ്ദേഹം സ്പർശിച്ചു. അതുപോലെ തന്നെ ഒരിക്കലും ഈ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സിനിമയും കമൽ എടുത്തിട്ടില്ല. ഒരു തമ്പുരാൻ വാഴ്ചയും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാണാൻ കഴിയില്ല. നമ്മൾ സാധാരണ അരികിലേക്ക് മാറ്റി നിർത്തുന്ന ആളുകളുടെ ധാരാളമായ കഥാപാത്രം വന്നിട്ടുണ്ട്. സബ്റ്റിലായി ക്ലാസ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞാൽ മാത്രമേ കേൾക്കൂ. നമ്മൾ പറയാതെ വിടുന്നത്, മെല്ലെ പറയുന്നത് കേൾക്കാൻ ആളില്ലാത്ത കാലമാണ്. ഉച്ചത്തിൽ ഇപ്പം സത്യജിത് റായുടെയും ഋതിക് ഘട്ടക്കിൻ്റെയും സിനിമകളെ പരിശോധിക്കുമ്പോൾ ഋതിക് ഘട്ടക്ക് രാഷ്ട്രീയം ഉച്ചത്തിൽ പറഞ്ഞ ആളാണ്. അതിൻ്റെ അർത്ഥം സത്യജിത് റായുടെ സിനിമയിൽ രാഷ്ട്രീയം ഇല്ല എന്നല്ല. ചാരുലത ഉൾപ്പെടെയുള്ള സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ സബ്റ്റിലായി രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. അക്കാലത്തെ ബംഗാളി മധ്യവർഗം, സ്വാതന്ത്ര്യ സമരകാലത്തെ ഈ നവോത്ഥാനത്തിൽ കൂടെ വളർന്നു വന്ന ആളുകൾക്കുണ്ടായിരുന്ന പാശ്ചാത്യ കാമനകൾ, ഇതെല്ലാം സൂക്ഷ്മമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ സിനിമയുടെ അകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തെപ്പറ്റി, പൊളിറ്റിക്കൽ അൺകോൺഷ്യസിനെ പറ്റി ആ വർഗപരതയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഒരു മുഖ്യധാര ഫ്രെയിംവർക്കിനകത്ത് നിർത്തുമ്പോൾ അതിനകത്തുള്ള കലാ അന്വേഷണങ്ങൾ നമ്മൾ ബോക്സ് ഓഫീസിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പഠനവിധേയമാക്കേണ്ടത് പല സിനിമകളും മെയിൻ സ്ട്രീമായി വളർന്നു വന്ന സിനിമകളുടെയും ഉള്ളടക്കവും അത് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയവും പരിശോധിക്കുന്നതിന് ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള നിരൂപകർ പരാജയപ്പെട്ടു പോവുകയാണ്. ആർട്ട് ഹൗസ് സിനിമയുടെ പിറകെ പോവുകയും ജനങ്ങളെ സ്വീകരിക്കുന്ന, ജനങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്ന, വൻതോതിൽ ആളുകളുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്ന, ആളുകളുടെ മനസ്സിനെ വർഗീയവൽക്കരിക്കുന്ന, കമ്പോളത്തിന് അനുകൂലമായി മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന, ഓരോ മനുഷ്യനും അവനവനെ ഒരു കമ്മോഡിറ്റിയായി സങ്കല്പിക്കുന്നു, ഓരോ മനുഷ്യനും അവനവനെ കമ്പോളത്തിലേക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന ആളായി മാറുന്ന കാലഘട്ടത്തിലെ കൊമേഴ്സ്യൽ കച്ചവട സിനിമകളെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കമലിൻ്റെ സിനിമയിൽ പല സിനിമകൾക്കും അകത്ത് അന്തർധാരയായി വർഗം നിലനിൽക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബ്രെയിൻ സ്റ്റോമിംഗ് നടത്താൻ പ്രാപ്തമായ ഒരു പ്രഭാഷണം നടത്തിയ ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളിക്ക് നന്ദി. ഇനി അടുത്ത പ്രഭാഷണത്തിനായി ശ്രീ മധു ജനാർദ്ദനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് സ്റ്റേജിൽ ആരെയും പേര് പറയുന്നില്ല, അത്ര സമയം കളയണ്ടല്ലോ. എല്ലാവരും വളരെ ആത്മബന്ധമുള്ളവരാണ്. പിന്നെ സദസ്സിലും അങ്ങനെ തന്നെയാണ് ഏകദേശം. അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ആദ്യം തന്നെ ഞാൻ ഒരു കുറ്റബോധത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ്. എന്താ വെച്ചാൽ കമലിൻ്റെ ഒന്നും പല സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. അതെന്താ വെച്ചാൽ അത് കാരണം പറയാം. ഞാനൊക്കെ ഫിലിം സൊസൈറ്റി തലയ്ക്ക് പിടിച്ച് മൂർച്ഛിച്ച് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകളും ആദ്യകാല സിനിമകളും വരുന്നത്. അന്ന് എല്ലാതരം കമേഴ്ഷ്യൽ സിനിമകളോടും പുച്ഛാണ് ഫിലിം സൊസൈറ്റിക്കാരെന്നുള്ള നിലയിൽ. അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഋത്വിക് ഘട്ടക്കും മണിക്കൗളും ഇങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കൂടി വന്നാൽ PN മേനോൻ, അതിൻ്റെ താഴെ മലയാളത്തിൽ ആരും ഇല്ലയെന്ന് കരുതുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അന്ന് പല സിനിമകളും മിസ്സായി. പിന്നീട് ചില സിനിമകൾ വൈകിട്ട് കണ്ടു. പിന്നെ ചില സിനിമകളൊക്കെ അതാത് സമയത്ത് കണ്ടത് മറ്റ് ചില ഇൻട്രസ്റ്റിൻ്റെ മുകളാണ്. ഇപ്പോൾ ടി.എ. റസാക്ക് അദ്ദേഹത്തിൻ്റെ പല സ്ക്രിപ്റ്റുകൾ എഴുതിയുള്ളതാണ്. ടി.എ. റസാക്ക് നമ്മളെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു മലപ്പുറത്ത്. അപ്പോൾ ഗസലിൻ്റെയൊക്കെ പിന്നെ ലൊക്കേഷൻ തന്നെ എന്നോടൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടാവും, അത് ഒരു വീട് കണ്ടുപിടിക്കടാ, വലിയ ഈ ടൈപ്പ് ഒരു തറവാട് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷ്ണു ലോകം ഒക്കെ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ആദ്യം കണ്ടിട്ടുണ്ട്. ഈ ഗസൽ പിന്നെ നമ്മൾ മരാട്ടുമനയിലാണല്ലോ ഷൂട്ട് ചെയ്തത്, പാണ്ടിക്കാട്. പിന്നീട് മലപ്പുറത്തിനെ കുറിച്ച് PRDയുടെ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ പാണ്ടിക്കാട് ടൗണിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അന്ന് ഗസലിന് വേണ്ടി ചെയ്ത ആർട്ട് വർക്കുകൾ അപ്പോഴും മാറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം മാറ്റിയിട്ടില്ല. കാരണം വയറിങ്, പഴയ വീടാക്കാൻ വയറിങ്ങൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മറച്ചിട്ടുണ്ട്. അത് അതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴും ഗസൽ അവിടെ കാണുകയാണ് എന്നുള്ളതാണ്. ഗസലിൻ്റെ ലൊക്കേഷൻ നമ്മളവിടെ കാണുകയാണ്, സെറ്റ് അവിടെ കാണുകയാണ്. സിനിമ കണ്ടൊക്കെ ആൾക്കാരൊക്കെ കണ്ടുപോകുമ്പം സെറ്റ് അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിലും ചെറിയ വ്യത്യാസമില്ലാതെ ഇങ്ങനെയൊക്കെയാണ് സിനിമ ആ കാലത്ത് കണ്ടത്. പിന്നെ അദ്ദേഹത്തോടുള്ള ബന്ധം കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ഈ GP പറഞ്ഞ മാതിരി പ്രബന്ധമൊന്നുമല്ല, എനിക്ക് തോന്നിയ ചില വളരെ ശ്ലഥ ചിന്തകൾ എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രബന്ധമൊന്നുമല്ല, കടലാസിൽ എഴുതിയ പ്രബന്ധം ആയിക്കൊള്ളുന്നില്ലല്ലോ, അത് ഓർമ്മിക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ പിന്നെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ ഈ പറഞ്ഞ പോലെ പിന്നെ സിനിമാ രംഗത്തുള്ളതുകൊണ്ട് നമുക്ക് പല വേദികളിൽ കാണുവച്ചിരിക്കും, സംസാരിക്കും, ഫോണിൽ വിളിച്ച് വല്ല പ്രോഗ്രാമിനും ക്ഷണിക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമാണ്. പിന്നെ ചലച്ചിത്ര അക്കാദമിയിൽ അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അല്ല, KR മോഹനൻ ചെയർമാൻ ആവുന്ന കാലത്ത് നമ്മൾ ഡെയിലി ബുള്ളറ്റിൻ്റെ ഒക്കെ എഡിറ്ററായി ഞാൻ 1-2 വർഷം ഉണ്ടായിരുന്നു. അന്ന് ചില ഇൻ്റർവ്യൂകളൊക്കെ ഒരു ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യും. നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിക്കും വളരെ
രൂക്ഷമായതെന്ന് വേണം പറയാം ഒരർത്ഥത്തിൽ. വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. 2011 IFFK നടക്കുമ്പോൾ, അതായത് പ്രിയദർശൻ ചെയർമാനും ഗണേഷ് കുമാർ മന്ത്രിയാവുമ്പോൾ ആദിമദ്യാന്തം എന്ന് പറയുന്ന ഷെറി എടുത്തൊരു സിനിമയെ IFFK മത്സര വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഓപ്പൺ ഫോറം 1-ാം ദിവസം മുതൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഓപ്പൺ ഫോറത്തിൽ ഇത് ചോദ്യം ചെയ്യുകയും അതിന് മറുപടി കിട്ടിയില്ലേ ഓപ്പൺ ഫോറം മുടക്കും ചെയ്യുന്നു നമ്മൾ ഫിലിം സൊസൈറ്റി ഗുണ്ടകൾ, അങ്ങനെ തന്നെ പറയാം, സാംസ്കാരിക ഗുണ്ടകൾ എന്നുള്ളൊരു വേഷമാണ് ഞാൻ അന്ന് തീരുമാനിച്ച് 1-ാമത്തെ ദിവസം ഇങ്ങനെ ചോദ്യം ചോദിച്ചു. പിന്നെ ഇയാൾ എന്താ പറയുക, പ്രിയദർശനൊക്കെ മാപ്പൊക്കെ പറഞ്ഞു, അതൊന്നും നടന്നില്ല. പന്തളം സുധാകരനായിരുന്നു അദ്ദേഹം മോഡറേറ്റർ, അയാളത് കൊളാക്കിയതുകൊണ്ട് നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അത് പിരിഞ്ഞുപോയി. 2-ാം ദിവസം പിന്നെ കമൽ, ഡോക്ടർ ബിജു ഒക്കെ സ്റ്റേജിലുണ്ട് അല്ലേ? അപ്പോൾ ആ ദിവസവും നമ്മൾ ഇതേ പ്രശ്നം ഉന്നയിച്ചു. അപ്പോൾ സ്റ്റേജിൽ നിന്നുള്ള ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മോഡറേറ്റർ പറഞ്ഞു, ഇതെന്താ 2-ാം ദിവസം തന്നെ, അതെ അതിൻ്റെ തീരുമാനം വരട്ടെ, അല്ലെങ്കിൽ ഉത്തരം കിട്ടട്ടെ, അല്ലേ ഇതെങ്ങനെ തന്നെ ആവുന്നു പറഞ്ഞു. അങ്ങനെ അന്നും ഇത് തയ്യാറായി, അന്നും പിരിച്ചു വിട്ടു. അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം വഴിയിൽ നിന്ന് കണ്ടപ്പോൾ എന്നോട് എനിക്ക് ഷെയ്ക്കാൻ്റെ തന്നിട്ട് കമൽ പറയാണ് ഉഷാറായി കിട്ടുമെന്ന്. അത് ആക്കി പറഞ്ഞാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് പ്രശ്നമല്ല. കാരണം അതിനാണ് ഫിലിം സൊസൈറ്റിക്കാരൻ അവിടെ നിൽക്കുന്നത്. ആദിമദ്യാന്തം പോലുള്ള സിനിമയെ പുറത്താക്കിയ ഒരു ഫെസ്റ്റിവൽ, ഓപ്പൺ ഫോറം കൊണ്ട ഫെസ്റ്റിവൽ തന്നെ നിർത്തണം എന്നുള്ള അഭിപ്രായക്കാരാണ് അന്ന് കുറച്ചും കൂടി വിപ്ലവബോധം കൂടും. ഇത്ര പ്രായമില്ലല്ലോ, 15 വർഷം മുമ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പിന്നെ എൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു സുവർണ്ണയുഗം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അക്കാഡമിയാണ്. 6 വർഷം നമ്മൾ ഒന്നിച്ച് ഇരിക്കുകയും നേരത്തെ GP സൂചിപ്പിച്ചു. ആ കമ്മിറ്റി തന്നെ വളരെ ഗംഭീരമായൊരു കമ്മിറ്റിയാണ്. ഒരു ഫിലിം സൊസൈറ്റി എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്ന മാതിരിയാണ് തോന്നുക. കമൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ബീന പോള്, കമ്മിറ്റി അംഗങ്ങൾ ഞാൻ, VK ജോസഫ്, GP രാമേന്ദ്രൻ, ഡോക്ടർ CS വെങ്കടേശ്വരൻ, സജിത മഠത്തിൽ, ദീദി ദാമോദരൻ തുടങ്ങിയ ആൾക്കാർ. ഫിലിം സൊസൈറ്റി തന്നെയാണ്, ആ ചലച്ചിത്ര അക്കാദമി അല്ലാതെ. അതുകൊണ്ട് ഭയങ്കര അതിമനോഹരമായൊരു കാലമായിരുന്നു അത്. ജീവിതത്തിൽ എപ്പോൾ നമുക്കൊരു സുവർണ്ണകാലം ഉണ്ടാവും. അക്ബർ ചക്രവർത്തിയുടെ മുഗൾ ഭരണം എന്നൊക്കെ പറയും. അതുപോലെ ചലച്ചിത്ര അക്കാദമിയിൽ ഇനി ഇതിൻ്റെ അപ്പുറം ഒരു കാലം വരാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനത്തെ ഒരു കമ്മിറ്റി ആയിരുന്നു അത്. ഇപ്പോൾ കമ്മിറ്റി ഓരോ ടേം കഴിയുമ്പം മോശമായി വരികയാണ്. ഇവരൊക്കെ ആരാന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമിയിൽ കഴിഞ്ഞ ടേമിലൊക്കെ ഉള്ളവർ. അത് പോട്ടെ. അപ്പോൾ പിന്നെ ഈ സബ്ജക്റ്റ് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ സബ്ജക്റ്റ് സജസ്റ്റ് ചെയ്ത ആളൊന്നുമില്ല. VK ജോസഫാണ് സജസ്റ്റ് ചെയ്തത്. മൂപ്പർക്ക് ആരോഗ്യ പ്രശ്നം കാരണം വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മൂപ്പരാണ് ശരിക്കും ആദ്യം പറയേണ്ടിയിരുന്നത്. അതിനുള്ള സാധ്യതയില്ല. അത് എന്താണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുക, അങ്ങനെയല്ല, ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയാൻ കാരണം ഗൃഹാതുരത്വം എന്ന് പറയുന്നൊരു വാക്ക് പ്രോബ്ലമാറ്റിക്കാണ്. എന്താണ് ഗൃഹാതുരത്വം എന്നുള്ളതാണ്. നടൻ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് പണ്ടൊരു പ്രസ്താവന നടത്തിയല്ലോ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് വീട് മുറ്റത്ത് പുറത്തുള്ള പണിക്കാർ മണ്ണ് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇല കുമ്പിൾ കുത്തി കഞ്ഞി ഒഴിച്ച് അവർ കുടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ആത്മഹർഷം അനുഭവപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞത്. ഇതന്നെ കുറച്ച് അതിനേക്കാളും ഭീകരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, മാനുവൽ സ്കാവഞ്ചിങ് ഈസ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നാണ്. തോട്ടിപ്പണി ഒരു ആത്മീയ അനുഭവമാണെന്ന് അയാൾ എഴുതിയത്. ആ ഒരു വാചകത്തിൽ നിന്ന് ദക്ഷിൺ ബജ്രംഗി എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്, ദ ലാസ്റ്റ് മാൻ എന്ന് പറഞ്ഞിട്ട്. IDSFKയിലൊക്കെ കാണിച്ചു. അത് ഗംഭീര വർക്കാണ്. അപ്പോൾ അത് സാന്ദർഭികമായി പറഞ്ഞതാണ്. പക്ഷേ ഇത് മിഡിൽ ക്ലാസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഗൃഹാതുരത്വം എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുകയാണ്. അങ്ങനെ ഒരു പ്രയോഗം ഞാൻ കുറച്ച് വായിക്കാം കേട്ടോ. ഈ പോയിൻ്റ് എഴുതിയതൊക്കെ ചിലപ്പോൾ ബോറടിക്കും, വേറെ വഴിയില്ലാതാ. 90കളിലെ മലയാളി മധ്യവർഗ കുടുംബത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കമൽ എന്ന സംവിധായകനെ വിലയിരുത്തുമ്പോൾ അതിനെ മികച്ച രീതിയിൽ ആവിഷ്കരിച്ച ഒരു കലാകാരനാണ് കമൽ. കമലിൻ്റെ ക്യാമറ, കുറേ പോയിന്റുകളാണ് ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധചിന്തകൾ എന്ന് പറഞ്ഞല്ലോ. കമലിൻ്റെ ക്യാമറ എപ്പോഴും അകത്തേക്കാണ് നോക്കുന്നത്. ഔട്ട്ഡോറിനേക്കാളും കൂടുതൽ അടുക്കള, സ്വീകരണ മുറി, അമ്മ കഥാപാത്രങ്ങളുടെ കണ്ണുകൾ, ഇതിനൊക്കെ ക്ലോസപ്പുകൾ, അതിൻ്റെ മിഡിൽ ഷോട്ടുകളായിരിക്കും കൂടുതൽ. ഉദാഹരണം, ഉണ്ണികളെ ഒരു കഥ പറയാം. അതിൽ തറവാട്, കുളപ്പുര, മരച്ചുവട്, വീട് എന്നിവ കഥാപാത്രങ്ങൾ തന്നെയായി വരികയാണ്. അതൊരു പശ്ചാത്തലമല്ല, കഥാപാത്രങ്ങൾ തന്നെയായി വരുന്നു. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിൽ 60-70കളിലെ ഗ്രാമം, പെൻസിൽ, മഷി, ഇതൊന്നും ഇപ്പോൾ കാണൂലല്ലോ. ഇപ്പോൾ കുട്ടിയൊക്കെ പെൻസിൽ എന്താ മഷി എന്താണെന്ന് അറിയില്ല. SLC ബുക്ക്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ അമ്മാവൻ, മരുമകൻ, നാട്ടുകൂട്ടം, അയൽപക്കം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രാധാകൃഷ്ണൻ കുറച്ച് സൂചിപ്പിച്ചു, സംഗീതം കമൽ സിനിമകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു അംശമാണ് സംഗീതം. അതുകൊണ്ട് പാട്ടുകളൊക്കെ എക്കാലത്ത് ആ സിനിമ ആൾക്കാർ കണ്ടില്ലേ, അതിൻ്റെ പാട്ടുകൾ യൂട്യൂബിൽ വളരെ കൂടുതൽ കാണും. ഞാൻ തന്നെ ഇതിനു വേണ്ടി വീണ്ടും കണ്ടു. ആത്മാവിൻ പുസ്തകത്താളിലൊക്കെ ഞാൻ വീണ്ടും കണ്ടു. അപ്പം അതിലെ പാട്ടുകൾ പൊതുവെ ഈ കഥയെ മുന്നോട്ട് നയിക്കുകയല്ല ചെയ്യുക, ഓർമ്മകളെ
ഓർമ്മകളിലേക്ക് പിന്നിലോട്ട് നമ്മളെ നടത്തുകയാണ് ചെയ്യുന്നത്. ആ കഥേനെ മുന്നോട്ട് നയിക്കില്ല, നമ്മളോട് ഇങ്ങനെ റിവേഴ്സ്. അയാളൊരു സിനിമയുടെ ടൈറ്റിലില്ലേ, ഗോഡ് വാക്സ് ബാക്ക്വേർഡ്സ്, അതുപോലെ നമ്മളങ്ങനെ പിന്നിലോട്ട് നടത്തുക. അതാണ് ഗാനരംഗങ്ങൾ പലപ്പോഴും ചെയ്യുക. ഇളയരാജയുടെ റീ റെക്കോർഡിങ്ങിലൊക്കെ പിന്നെ മഴയുടെ ശബ്ദം, കാളവണ്ടികളുടെ മണികിലുക്കം, ഇതൊക്കെ ശബ്ദം തന്നെ നൊസ്റ്റാൾജിക്കായി മാറുകയാണ്. മൊത്തത്തിൽ കഥയോ അതിൻ്റെ പ്രോപ്പർട്ടിയോ അതിൻ്റെ ഇതൊന്നുമല്ല, ശബ്ദം തന്നെ നൊസ്റ്റാൾജിയ സൃഷ്ടിക്കുന്നുണ്ട്. ആത്മാവ് പുസ്തകത്താൽ ഞാൻ വീണ്ടും വീണ്ടും കണ്ടപ്പോൾ അതിൽ മയിൽപ്പീലി, സ്വർണ്ണത്താമര, വാൽക്കണ്ണാടി തുടങ്ങിയ വാക്കുകളാണ് അതിൽ പല്ലവിയിലും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാവുകത്വം എങ്ങനെയാണ് ഈ സെൻസിബിലിറ്റി, ഈ ഗൃഹാതുരത്വത്തിന് എങ്ങനെയാണ് ഇദ്ദേഹം സെൻസിബിളായിട്ട് കണ്ടത് എന്നുള്ളതാണ്. വലിയ സംഭവങ്ങളായിട്ടല്ല, ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ വേദനകൾ, ഇങ്ങനെയാണ് മൊത്തത്തിൽ സിനിമകളിൽ. വലിയ സംഭവമൊന്നുമില്ല. വികാരത്തെ സൗന്ദര്യമാക്കി മാറ്റുന്നൊരു മാജിക്കാണ് മൊത്തം കമൽ സിനിമകൾ. മഴയത്തു മുമ്പേ എന്ന് പറയുന്ന സിനിമയിൽ പ്രണയം പറയാതെ പോകുന്നതിൻ്റെ സൗന്ദര്യം അത് ഇവിടെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു. അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള സിനിമയിൽ എഴുത്തുകാരൻ്റെ സ്വപ്നവും ജീവിതവും തമ്മിലുള്ള ദൂരമാണ്, ഒരു അകൽച്ച. രണ്ടും വളരെ രണ്ട് വിദൂര ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതാണ്. കണ്ണുനീർ, ചിരി, മൗനം എന്നിവയുടെ ക്ലോസപ്പുകളാണ് പലപ്പോഴും സിനിമകൾ പിന്നെ പിക്ചറൈസ് ചെയ്യുന്നത്. സംഭാഷണങ്ങൾ കുറവ്, പലപ്പോഴും നോട്ടം കൊണ്ട് കാര്യങ്ങൾ സംസാരിപ്പിക്കുന്നുണ്ട്, സംഭാഷണങ്ങളില്ലാതെ. ഈ മഴയത്തു മുൻപേ എന്നുള്ളത് നഷ്ടപ്രണയമാണ്, നേരത്തെ പറഞ്ഞു. സിനിമയുടെ ടൈറ്റിലിനെ സാധൂകരിക്കുന്ന സിനിമയുടെ ഭാഷ. മഴ പെയ്തു തീർന്നാൽ കഴിഞ്ഞു, പെയ്യാത്ത മഴ, അതിനു മുമ്പുള്ള കാർമേഘം, അതാണ് ഈ നന്ദൻ്റെയും ശ്രുതിയുടെയും തമ്മിലുള്ള പ്രണയം. അതൊരിക്കലും അത് തമ്മിൽ പറയപ്പെടുന്നില്ല. ഫ്ലാഷ് ബാക്കിൽ മാത്രമാണ് കോളേജ് ക്യാമ്പസ് കാണിക്കുന്നത്. എല്ലാ പ്രണയവും പറഞ്ഞു തീർക്കേണ്ടതില്ല. ഇതിലെ പ്രണയം മൗനം കൊണ്ടെഴുതിയ കവിതയാണ്. ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ശ്രുതി, സിനിമ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. പ്രണയത്തെപ്പറ്റി ഒരു വാക്ക് പറയുന്നില്ല. നമ്മളന്ന് എന്തായിരുന്നു നമ്മളെ ബന്ധമെന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രേമിച്ചു നമ്മളിങ്ങനെ ആയിപ്പോൾ ഒന്നുമില്ല. ഒരു പുഞ്ചിരി, ഒരു നന്ദി വാക്ക്. കാരണം അസുഖം ഭേദപ്പെടുത്തിയതിന് ഡോക്ടറോട് നന്ദി വാക്ക് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. പിന്നീട് അവസാനകാല സിനിമകൾ എന്ന് പറയുന്ന, അവസാനം മീൻസ് അവസാന കാലത്തെടുത്ത് ലേറ്റസ്റ്റ് കുറേ സിനിമകൾ ഇനി വരാൻ നിൽക്കുകയാണ്, പണിപ്പുരയിലാണ്. പിന്നെ സെല്ലുലോയിഡ് ആമി എന്ന് പറയുന്ന സിനിമകൾ. സെല്ലുലോയിഡ് അടിസ്ഥാനപരമായ ഒരു പീരിയഡ് ഫിലിമാണ്. JC ഡാനിയലിൻ്റെ ജീവിതവും മലയാള സിനിമയുടെ പിറവിയും ആവിഷ്കരിക്കുന്ന ഈ സിനിമയോടുള്ള ഗൃഹാതുരത്വമാണ് പ്രതിഫലിപ്പിക്കുന്നത്. വിഗതകുമാരൻ്റെ ഫിലിം റോൾ കത്തിച്ച് കളയുന്നത്, ഡാനിയലിനെ മറന്നത് എല്ലാം മലയാളിയുടെ സാംസ്കാരിക മറവിയാണ്. ഇത് ഗൃഹാതുരത്വ ദുഃഖമാണ്. പണ്ടത്തെ കാലത്തിനെ കുറിച്ച് ഇങ്ങനെ സന്തോഷിക്കുകയല്ല ഇന്ന്, ദുഃഖമാണ്. കാരണം ആ ഫിലിമിൻ്റെ പ്രിൻ്റ് തന്നെ ഇല്ല. അപ്പോൾ പഴയകാല പ്രോപ്പർട്ടികൾ, കാളവണ്ടി, മണ്ണെണ്ണ വിളക്ക്, പഴയ ക്യാമറ തുടങ്ങി 1920-30കളിലെ തിരുവനന്തപുരത്തിനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യ സിനിമാ സെറ്റ് ഒക്കെ ആ കാലത്തിനെ വളരെ ഗംഭീരമായി പുനരാവിഷ്കരിക്കുന്നു. സ്വന്തം നാട്ടിൽ അന്യനായി പോയ ഒരു മലയാളിയാണ് ഡാനിയൽ. അത് GP നേരത്തെ പറഞ്ഞു. സ്വന്തം നാട്ടിൽ, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമ മലയാള സിനിമയല്ല എന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ ബാധിച്ചത്, K. കരുണാകരന് മുന്നേ റിപ്പോർട്ട് വെച്ചത്. എന്താ വെച്ചാൽ അതീ പറഞ്ഞ പോലെ ഈ ജാതി പ്രശ്നം ഉണ്ട് അതിൽ. മലയാറ്റൂർ രാമകൃഷ്ണൻ അയ്യരാണ്, ഇദ്ദേഹം നാടാരാണ്, ക്രിസ്ത്യൻ നാടാരാണ്. അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ പൊളിറ്റിക്സ് നമ്മളിവിടെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ചരിത്രത്തെ ഡോക്യുമെൻ്ററി ആക്കാതെ മെലോ ഡ്രാമയിലൂടെ ആവിഷ്കരിക്കുന്ന ഭാവുകത്വമാണ് ഈ സിനിമയെ ജനപ്രിയമാക്കിയത്. അത് ജനപ്രിയവുമായി എന്നുള്ളതാണ്. അത് സിനിമ വിജയിച്ചു തിയേറ്ററിൽ. നമ്മൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെ നാളെ പ്രകാശിപ്പിക്കുന്ന റിസ്യാളത്തിൽ പറയുന്നുണ്ട്, ഈ സെല്ലുലോയിഡിൻ്റെ വിജയമാണ് ആമിക്കൊരു പ്രൊഡ്യൂസറെ കൊടുത്തതെന്ന്. അല്ലെങ്കിൽ പീരിയഡ് ഫിലിം, ബയോഗ്രഫിക്കൽ ഫിലിമിനൊന്നും മലയാളത്തിൽ പ്രൊഡ്യൂസറെ കിട്ടൂല, എന്നും കിട്ടൂല. അന്നുമില്ല, എന്നുമില്ല. കമലിൻ്റെ സ്ഥിരം പ്രമേയമായ വീട് ഉണ്ടായിട്ടും വീടില്ലാത്തവൻ സെല്ലുലോയിഡിലും കടന്നു വരുന്നു. ഇവിടെ വീട് എന്നത് സിനിമയുടെ തറവാട് എന്നർത്ഥത്തിൽ ആണ്. അത് പണിതുയർത്തിയ ആളുടെ അവസ്ഥയാണ്. മലയാള സിനിമയുടെ തറവാടാണല്ലോ വിഗതകുമാരൻ. ആ അർത്ഥത്തിൽ അയാളുടെ ഗതികേടാണത്. സഹനശാലിയായ കമലിൻ്റെ സ്ഥിരം സ്ത്രീ തന്നെയാണ് സെല്ലുലോയിഡ് ഡാനിയലിൻ്റെ ഭാര്യ ജാനറ്റ് പ്രതിനിധാനം ചെയ്യുന്നത്. സംവിധായകൻ്റെ സംഗീതബോധം സെല്ലുലോയിഡിലും പ്രകടമാണ്. ഏനുണ്ടോടെ താമരച്ചന്തം എന്ന പാട്ട് വരികൾ കൊണ്ടും ട്യൂണ് കൊണ്ടും
ഗൃഹാതുരത്വത്തിലെ മാസ്റ്റർ പീസായി മലയാള സിനിമയിൽ നിൽക്കുന്നുണ്ട്. ആമി ഒരു ജീവചരിത്ര സിനിമ എന്ന നിലയിലാണ് പ്രസക്തമാകുന്നത്. സമീപ ഭൂതകാലമായതിനാൽ അതിനെ പീരിയഡ് ഫിലിം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നറിയില്ല. പല ജീവിതം നയിച്ച ആളായതിനാൽ മാധവിക്കുട്ടിക്ക് തന്നെ തൻ്റെ മുൻകാല ജീവിതങ്ങൾ ഗൃഹാതുരമുണർത്തുകയാണ്. അവർ കൽക്കട്ടയിൽ പോകുമ്പോൾ അവർ പുന്നയൂർക്കുളത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടും, അല്ലെങ്കിൽ സന്തോഷിക്കും. ബാല്യകാല സ്മരണകൾ, നീർമാതളം ഭൂതകാലം എന്നീ ഓർമ്മ പുസ്തകങ്ങളിൽ ഇത് വ്യക്തമാണ്. സിനിമയിലാകട്ടെ മാധവിക്കുട്ടിയുടെ ബാല്യം, പുന്നയൂർക്കുളം, തറവാട്ടിലെ മുറ്റം, കുളം എന്നിവ കമൽ ആവിഷ്കരിക്കുമ്പോൾ അത് ഗൃഹാതുരത്വത്തിൻ്റെ പീക്കാണെന്ന് കാണാം. മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ എഴുതി പ്രശസ്തയായപ്പോഴും അവരുടെ ആത്മാവ് മലയാളത്തിലാണ് വേരുറപ്പിച്ചത് എന്ന് സിനിമ പറയുന്നു. നാട്ടുഭാഷ, നാടൻ പാട്ടുകൾ, അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ എന്നിവയിലൂടെ മാധവിക്കുട്ടിയുടെ വീട് എന്നത് മലയാളം എന്ന ഭാഷയായിരുന്നു എന്ന് കാണാം. പാട്ടിലൂടെ ഗൃഹാതുരത്വം കൊണ്ടുവരാൻ നീർമാതളം എന്ന ആ പാട്ടിന് സാധിക്കുന്നുണ്ട്. കൽക്കത്തയിലെ ജീവിതകാലത്ത് പുന്നയൂർക്കുളവും പുന്നയൂർക്കുളം കാലത്ത് കൽക്കത്തയും ഗൃഹാതുരത്വ സ്മരണയാവുന്നത് ഈ ഗാനരംഗത്ത് ദൃശ്യമാണ്. മുതിർന്ന മാധവിക്കുട്ടി കൗമാരകാലം, ബാല്യം എന്നിവ കാണുന്നുണ്ട്. ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഒരേ കാലം, വിവിധ കാലങ്ങൾ ഒറ്റ ഫ്രെയിമിൽ ആവിഷ്കരിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ പാട്ടിൻ്റെ രംഗത്തിലൊക്കെ മുതിർന്ന മാധവിക്കുട്ടി അവരുടെ കൗമാരത്തിലുള്ള മാധവിക്കുട്ടീനെ, ബാല്യത്തിലുള്ള ചെറിയ മാധവിക്കുട്ടീനെയൊക്കെ കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. അത് ഒരു സജഷൻ ഷോട്ട് പോലെ, സജഷനല്ല അതിൽ, പക്ഷെ അവർ കാണുകയാണ് നേരിട്ട്, അല്ലാതെ ഓർമ്മിക്കുകയല്ല. അത് സിനിമയുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയും ശക്തിയും ആ ഒരു പാട്ടിൽ കാണുന്നുണ്ട്. ഭർത്താവിൻ്റെ വീട്, പ്രണയിച്ചവരുടെ വീട്, മതം മാറിയപ്പോഴുള്ള വീട്, എവിടെയായാലും അവർക്ക് സ്വന്തമായൊരു ഇടം ലഭ്യമാവുന്നില്ല. മാധവിക്കുട്ടിയുടെ ഭ്രാന്തമായ പ്രണയം, ആത്മീയ അന്വേഷണം ഇവയെല്ലാം കാവ്യാത്മകമായി സിനിമ ആവിഷ്കരിക്കുന്നു. മഴ, മുല്ലപ്പൂ, നിലാവ് എന്നിവയിലുള്ള സംവിധായകൻ്റെ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ബിംബങ്ങളാണ് മഴ, മുല്ലപ്പൂ, നിലാവൊക്കെ. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഷോട്ടുകളാണ്. അത് ഈ സിനിമ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. ടൊവിനോ അവതരിപ്പിക്കുന്ന യുവത്വകാല കാമുകൻ സംവിധായകൻ്റെ തന്നെ നിറം, മധുര നൊമ്പരക്കാറ്റ് തുടങ്ങിയ സിനിമയുടെ നഷ്ടപ്രണയത്തിൻ്റെ തുടർച്ചയാണ്. ഇത് ഈ രണ്ട് വാക്കുകൾ പിടിച്ചിട്ട് വളരെ ഉപരിപ്ലവമായി ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ചത് മാത്രമാണ്. താങ്ക് യു. ശ്രീ മധുവിൻ്റെ ഈ ചിന്തകൾ, ചിന്തോദ്ദീപകമായ ബിന്ദുക്കൾ നമ്മുടെ മുമ്പിൽ പരത്തിയിട്ടിരിക്കുകയാണ്. വ്യാഖ്യാനങ്ങൾ ഏറെ ആവശ്യപ്പെടുന്ന ചിന്തകളായിരുന്നു എന്നത് പറയുന്നതിൽ അഭിമാനമുണ്ട്, സംതൃപ്തിയുണ്ട്. ഈ സെമിനാറിൻ്റെ അവസാന പ്രഭാഷണത്തിനായി ശ്രീമതി സന്ധ്യ ജയകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഇത്ര മഹാരഥികളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും മുട്ടിടിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഒരു ശരാശരി പ്രേക്ഷക എന്ന നിലയിൽ മാത്രമേ എനിക്ക് സിനിമയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ആരുമായിട്ടൊരു പേഴ്സണൽ പരിചയമോ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ് ആ ഫീൽഡിലേക്ക് പോലും യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സൂപ്പർഫിഷ്യലായിട്ട് എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരെയെല്ലാം വായിക്കുമ്പോൾ, ഒരു ആരാധനയോടെ ഇവരെയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ജനറലായിട്ട് ഈ ടോപ്പിക്കിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക്ക് തന്നെ മലയാളിയുടെ ഗൃഹാതുരത്വവും കമൽ സിനിമകളുടെ ഭാവുകത്വവും. അപ്പോൾ ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച സ്ഥലം, ജനിച്ച വീട്, ആ പരിസരങ്ങൾ, ആ കാലഘട്ടം, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള നല്ല ഓർമ്മകൾ, അതിതീവ്രമായിട്ടുള്ള ഓർമ്മകൾ. ആ ഓർമ്മകൾ ചിലപ്പോൾ നല്ല സ്വീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നല്ല ബിറ്റർ ആയിരിക്കാം, ചിലപ്പോൾ നല്ല പെയിൻഫുള്ളും ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിലും അങ്ങനത്തെ ഓർമ്മകളുടെ ആ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഫീലിനെയാണ് എനിക്ക് ഒരു ഗൃഹാതുര സ്മരണകൾ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഭാവുകത്വം എന്ന ആ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ അതിവൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സത്യത്തിൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നതിന് പകരം മനസ്സുകൊണ്ട് ചിന്തിക്കുക, ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ലൈറ്റായിട്ട് അതിനെ പറയാം. അപ്പോൾ മലയാളിയുടെ ഗൃഹാതുരത്വം എന്നുള്ളൊരു ആ വാക്കിൽ
എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന 2 ശബ്ദങ്ങളുണ്ട്. അതായത് ഭാഗ്യം, ഗുരുത്വം. നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, കൊച്ചിലേക്ക് എപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. അതായത് മറ്റുള്ളവർ പറയും, ആ കുട്ടി വളരെ ഭാഗ്യം ചെയ്ത ആളാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര ഗുരുത്വമുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് അന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പലരുടെയും ഓരോരോ കാര്യങ്ങൾ വായിച്ചും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തിടയ്ക്ക് ശ്രീ കമലിൻ്റെ ഒരു ഇൻ്റർവ്യൂ വായിച്ചു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ആ ഭാഗ്യം എന്നുള്ള വാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഭാഗ്യം ദാറ്റ് കംസ് വിത്ത് ഹാർഡ് വർക്ക് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്നാലും ആ ഭാഗ്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ തന്നെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. അതായത് അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന ഒരു തിരക്കഥാകൃത്തായിരുന്നു ശ്രീ ജോൺ പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എഴുത്തുകളിലും ബാക്കി സിനിമയെക്കുറിച്ചിട്ടുള്ള തിരക്കഥയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളിലും ഒക്കെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് ആ ഒരു ആത്മബന്ധം ദൃഢമായി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് എന്ന ആ ഒരു ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഒരു നിർമ്മാതാവ് AR ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവിനെ ശ്രീ ജോൺ പോൾ കമലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ട്, ബട്ട് സംവിധായകൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ജോൺ പോൾ സാറ് ഇദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു. അങ്ങനെ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു മിഴുനീർ പൂവുകൾ. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഡബ്ബിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ തന്നെ നിർമ്മാണ കമ്പനിയായ ചിയേഴ്സ് അവർ ഒരു സിനിമ ഡിക്ലെയർ ചെയ്യുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം. അതിൻ്റെ സംവിധാനം ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത് ശ്രീ കമലിന് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സിനിമ കഴിയുന്നതിന് മുമ്പ് തന്നെ 2ാമത്തെ സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നെ ഗുരുത്വം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ശ്രീ ജോൺ പോളിൻ്റെ അവസാനത്തെ തിരക്കഥ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് അവസാനത്തെ തിരക്കഥയാണ്, പ്രണയമീനുകളുടെ കടൽ. അതിലും ഇദ്ദേഹമായിരുന്നു സംവിധായകൻ. ഇനി ഞാനൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. അവസാന വർഷങ്ങളിൽ ശ്രീ ജോൺ പോൾ എൻ്റെ ടെനൻ്റായിരുന്നു. അപ്പോൾ അങ്കിള് രാവിലെ എവിടെ പോകണം എന്നുള്ളത് എനിക്കറിയാം. ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അങ്കിള് ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടാണ് എന്നും പോയിക്കൊണ്ടിരുന്നത്, കൊടുങ്ങല്ലൂർ വരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ വരെ പോവും. എന്നിട്ട് അവിടെ അങ്കിളിന് നല്ല ഫുഡ് വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഏതോ ഒരു സൈഡിൽ പാലട കിട്ടുന്ന സ്ഥലമുണ്ട്. എനിക്കാണെങ്കിൽ പാലട വളരെ ഇഷ്ടം, അങ്കിളിന് അത് അറിയുകയും ചെയ്യാം. സോ എന്നും ഡിസ്കഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് പാലട ഉണ്ടാവും, എനിക്ക് ആ ഷെയർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ്, ഈ സിനിമ കഴിഞ്ഞാലും അടുത്ത സിനിമയും കൂടെ ഇത് തന്നെ ചെയ്യണം. എത്ര രസമായിരിക്കും, എനിക്ക് എന്തോരം പാലട കുടിക്കാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഫുഡ് കൊതിച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു അത്. പക്ഷേ ആ ഗുരുത്വം അത് എന്താണെങ്കിലും ഈ സംവിധായകന് ധാരാളം തന്നെ ലഭിച്ചിട്ടുണ്ട്. കാരണം അന്നെല്ലാം സംവിധാനം കമൽ എന്നൊരു ടൈറ്റിൽ മാത്രം മതിയായിരുന്നു ആ സിനിമയുടെ വിജയത്തിന്. അപ്പോൾ ഈ സിനിമയുടെ വിജയങ്ങളുടെ പുറകിൽ എന്താണ് ഫോർമുല എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞ ഒരു ആൻസറും വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ആൻസറായിരുന്നു. അതായത് ഞാൻ സിനിമയെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് സമീപിക്കുന്നത്. പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നതും പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും എല്ലാം അവരുടെ കണ്ണുകളിലൂടെ കാണുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം എൻ്റെ കലയുടെ കണ്ണുകളിലൂടെ ഞാൻ അതിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു എക്സാമ്പിള് അദ്ദേഹത്തിൻ്റെ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ളൊരു സിനിമ. അതിൽ സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഇങ്ങനെ ക്രേസി ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അന്നത്തെ പലർക്കും ഓർമ്മയുണ്ടാവും, അന്ന് പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇഷ്ടംപോലെയുള്ള സമയമാണ്. ഒരാൾ തന്നെ പല പേരുകളിൽ പല വീക്കിലികളിൽ, അതായത് എല്ലാ ആഴ്ചയും വരുന്ന സാധനം. അപ്പോൾ ഒരേ ഇതിൽ പേരുകളും തുടർ നോവലുകൾ എഴുതുമായിരുന്നു. 2 കൈ കൊണ്ട് എഴുതുക എന്നൊക്കെ അന്നൊക്കെ കളിയാക്കി ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഈ കളിയാക്കി പറയുമ്പോഴും ഉണ്ടല്ലോ, മലയാളികളെ വായിക്കണം അല്ലെങ്കിൽ കാത്തിരുന്ന് വായിക്കാനുള്ള ആ ഒരു ശീലം പഠിപ്പിച്ചത് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെയായിരുന്നു. അന്നത്തെ ഒരു ടീനേജർ, അതായത് ഒരു കയ്യിൽ പ്രസിദ്ധീകരണവും ഒരു കയ്യിൽ മിൽസ് ആൻഡ് ബോണും വച്ചുകൊണ്ടിരുന്ന എന്നെ പോലെയുള്ള ടീനേജേഴ്സിന് സത്യം പറഞ്ഞാൽ ഈ ഇത്തരം മാഗസിനുകൾ ഒരു വലിയൊരു റീഡിങ്, ഒരു വലിയൊരു വാതായനമാണ് നമുക്ക് തുറന്നിട്ടത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുത്വം അല്ലെങ്കിൽ ഈ പറയുന്ന ജനപ്രിയത എങ്ങനെ കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പ്രേക്ഷകന്റെ കണ്ണിലൂടെ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ സമയത്ത്, അതായത് മാപ്രസിദ്ധീകരണങ്ങളുടെ ഇത്രയും ആധിക്യമുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇങ്ങനെയാണ് അവിടെ രചനകൾ നടന്നുകൊണ്ടിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാവുകത്വം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ, ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ ലാൽ ജോസ് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ഓർത്തുകൊണ്ട് തന്നെ ഭാവുകത്വം എന്നുള്ളൊരു പോയിന്റിലേക്ക് വരാം. അതായത് സിനിമ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം സംവിധായകൻ കമലിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ പനി അല്ലെങ്കിൽ ജലദോഷം ഇങ്ങനെ മൂക്ക് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംവിധായകനെയാണ് എന്നും കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹം എല്ലാ സിനിമകളെയും ഒരു ആദ്യത്തെ സിനിമയെ സമീപിക്കുന്ന അതേ രീതിയിലാണ് സമീപിച്ചു കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലേക്കും അദ്ദേഹത്തിന് പകർന്നു കൊടുക്കാൻ സാധിച്ചു. റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും അധികം സഹായിച്ചതും അതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ ലാൽ ജോസ്, അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ ലാൽ ജോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇദ്ദേഹം വളരെയധികം റൊമാൻറ്റിക് ആണെന്ന്. പക്ഷേ പെട്ടെന്ന് റൊമാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു പ്രണയം എന്ന് മാത്രമേ നമുക്ക് വരുള്ളൂ ആദ്യം. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലും ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് സകല ചരാചരങ്ങളോടും നമ്മൾ ഏത് എൻവയൺമെൻറ്റിൽ നിൽക്കുന്നോ ആ എൻവയൺമെൻറ്റിലുള്ള അതിന് ചുറ്റുപാടുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, എല്ലാവരോടും മനുഷ്യത്വത്തോടുകൂടി പെരുമാറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ കമലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശ്രീ ലാൽ ജോസിൻ്റെ വിലയിരുത്തലിൽ ഒരു ചെറിയ സാങ്കല്പിക ലോകത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു മനസ്സുള്ള വ്യക്തി. അങ്ങനെ ഒരു മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു കാറ്റിൽ മധുരവും നൊമ്പരവും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പെരുമഴയിൽ മനസ്സിലെ കൽമഷം, മനസ്സിലെ വിരോധം, മനസ്സിലെ വെറുപ്പ് ഒക്കെ ഒലിപ്പിച്ച് കളയാൻ സാധിക്കുകയുള്ളൂ, ഒഴുക്കി കളയാൻ സാധിക്കുകയുള്ളൂ. മധുര നൊമ്പര കാറ്റിൽ ഒരു ക്യാരക്ടറുണ്ട്, കാട്ടുമാക്കൻ, തിന്മയുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇയാളെ നാട്ടുകാർക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വളരെ ഫിസിക്കൽ കപ്പാസിറ്റി ഭയങ്കര കൂടുതലുള്ള ഒരു മനുഷ്യൻ എല്ലാവർക്കും പറ്റാവുന്നതിൻ്റെ മാക്സിമം ഉപദ്രവം ചെയ്യും. ആ നാട്ടിലേക്ക് വന്നതാണ് പ്രിയംവദ. ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്ലസ് ആൻഡ് മൈനസ് എല്ലാം കണ്ടുവന്നിരിക്കുന്ന പ്രിയംവദയുടെ ജീവിതം ഭയങ്കരമായിട്ടൊരു വേറെ ലെവലിലേക്ക് പോകും ഈ കാട്ടുമാക്കാൻ കാരണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ നാട്ടിൽ വീശി അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് ഈ കാട്ടുമാക്കൻ്റെ അന്തകനാകുന്നു. അത് ഏറ്റവും കലാപരമായിട്ട് അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് ആ സീൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിവൈകാരികമായിട്ടാണ് പെരുമഴക്കാലം നടന്ന സംഭവമായിരുന്നു. പക്ഷേ ആ സംഭവത്തെ ഡയറക്ടർ തൻ്റെ ഭാവനയുപയോഗിച്ച് തൻ്റെ തീക്ഷ്ണമായ ആ അതിവൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്ത് അതിൽ കൊണ്ടുവന്ന ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കഥാതന്തു പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ വെച്ചിട്ട് ഭർത്താവ് കൊല്ലപ്പെടുന്നു വേറൊരു മനുഷ്യനിൽ. ആ മനുഷ്യൻ്റെ ഫാമിലി, വൈഫും കുട്ടിയും കൂടെ ഈ ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ്, കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ അടുത്തേക്ക് വരികയാണ്. കാരണം ഗൾഫിലൊരു നിയമമുണ്ട്, ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആക്കും എന്നുള്ളത്. അല്ലെങ്കിൽ അയാൾക്ക് കൊലക്കയറ് കിട്ടും, ഈ കൊലയാളിക്ക് കൊലക്കയറ് കിട്ടും. അപ്പോൾ ഭാര്യയും കുട്ടിയും കൂടെ ഇവിടെ കാണാൻ വരുന്ന സീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മനസ്സിലാക്കി, അത് നമ്മളെ മനസ്സിലാക്കി തരുന്ന മീഡിയം മഴയായിരുന്നു. ഈ മഴയുടെ പല പല ഭാവങ്ങളിൽ നമ്മൾ ശരിക്കും മനുഷ്യഭാവങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അവസാനം മഴ ശമിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും കുട്ടികൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് കളിക്കുന്നു. അതായത് ആ വിരോധം, പകയും വെറുപ്പും ഇതൊന്നും മനുഷ്യ മനസ്സിൽ ശാശ്വതമായി നിൽക്കേണ്ട കാര്യങ്ങളല്ല. അതെല്ലാം ഒഴുക്കിക്കളയാനുള്ളതാണ്. മൊമെൻ്ററി ആയിട്ട് വന്നു എന്നിരിക്കും, പക്ഷെ അതെല്ലാം ഒഴുക്കിക്കളയാനുള്ളതാണ്. അങ്ങനെ സിനിമ എന്നുള്ള ആ മീഡിയത്തിലൂടെ ഇത്ര മനോഹരമായിട്ട് അങ്ങേയറ്റം ഭാവുകത്വത്തോടെ അദ്ദേഹം അത് പറഞ്ഞു വച്ചു. ഇത്രയും ഗുരുത്വമുള്ള ഒരു മനുഷ്യൻ ഗുരു എന്നുള്ള രീതിയിൽ എങ്ങനെ വിലയിരുത്തപ്പെട്ടു എന്ന് നോക്കുന്നതും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലും ഞാൻ ശ്രീ ലാൽ ജോസിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ്.
എപ്പോഴും സെറ്റിൽ എല്ലാവരെയും പുതുമുഖ നടന്മാരും നടിമാരും എല്ലാ ആർട്ടിസ്റ്റുകളെയും സർ എന്ന് വിളിച്ചിട്ടാണ് ശ്രീ കമൽ സംബോധന ചെയ്യാറുള്ളത് എന്ന് ശ്രീ ലാൽ ജോസ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പം ലാൽ ജോസിന് ഒരിക്കലും ഇത് മനസ്സിലായിട്ടില്ല, ഇത് എന്തിനാ ഇങ്ങനെ വിളിക്കണേന്നുള്ളത്. അപ്പോൾ കമൽ സാർ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ഒരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാനുള്ള ടൂളുകളുണ്ടല്ലോ, ബ്രഷ്, പെയിൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വലിയൊരു ക്യാൻവാസിൽ ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ക്യാൻവാസാണ് ഈ വെള്ളിത്തിര. അതിൽ ചിത്രം വരയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നമ്മളുടെ കഥ പറയാനുള്ള ടൂളുകളാണ് ഈ നടന്മാർ. അവരെ ഏറ്റവും കംഫർട്ടബിൾ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ പ്രമമായ റെസ്പോൺസിബിലിറ്റി. എന്ന് മാത്രമല്ല, ഇദ്ദേഹം അങ്ങേയറ്റ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. അതായത് ഒരിക്കലും എങ്ങനെ അഭിനയിക്കണം എന്ന് അവരോട് ആരോടും പറഞ്ഞു കൊടുത്തിരുന്നില്ല. എന്ന് മാത്രമല്ല, സിറ്റുവേഷൻ വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുകയായിരുന്നു. അത് ശ്രീ ലാൽ ജോസുമായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ വാംത്ത് എത്രയായിരുന്നു എന്നുള്ളത് എനിക്ക് പോലും, സംസാരിക്കുന്ന കേൾവിക്കാരിയായ എനിക്ക് പോലും ആ സിറ്റുവേഷൻ ഫീൽ ചെയ്തു എന്ന് മാത്രമല്ല, അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്ന ഒരു ചിത്രം മേഘമൽഹാറായിരുന്നു. മേഘമൽഹാറിൽ നന്ദിതയും രാജീവും അവരുടെ പ്രണയം, ആ പ്രണയത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. വേണ്ട വേണ്ട എന്ന് വയ്ക്കുന്തോറും വേണം വേണം എന്ന് തോന്നിപ്പിക്കുന്ന ഈ ബന്ധം നമുക്ക് വേണ്ട. ഒരു വല്ലാത്ത ഡയലോഗായി പോയി. ആ ഡയലോഗിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളുടെ മനസ്സിലേക്ക് കയറിപ്പോയത്. മലയാളിയുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ മേഘമൽഹാർ എന്ന ഈ ചിത്രം. അങ്ങനെ ഇനി ഞാൻ ഒരുപാടൊന്നും ദീർഘിപ്പിക്കുന്നില്ല, കാരണം സംവിധായകനെ ഇരുത്തിക്കൊണ്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു വൈക്ലഭ്യം എനിക്കുണ്ട്. എന്നാലും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ 40 വർഷത്തിലേറെ നിൽക്കുന്ന കലാജീവിതം, അതിലുമേറെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം കുറിക്കുകയും ചരിത്രം തിരുത്തി കുറിക്കുകയും ചെയ്യുന്ന സിനിമകളാണ്. അതായത് സെല്ലുലോയിഡ് എന്ന മൂവിയിൽ അദ്ദേഹം ചെയ്തത് JC ഡാനിയൽ, ആരാലും കാണപ്പെടാതെ പോയ ഒരു സംവിധായകനായിരുന്നു. PK റോസി ഒരു ദളിത് ആക്ട്രസ് ആയിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരെ അരികുവൽക്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഓടിപ്പോകേണ്ടി വന്ന ഒരു സ്ത്രീ, ഒരു നടി. ഇവരെ രണ്ടുപേരെയും ഇദ്ദേഹം ചരിത്രത്തിലേക്ക് പിന്നെയും കുടിയിരുത്തുകയാണ് ചെയ്തത്. പിന്നെ വേറൊരു ചേഞ്ച് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ആ സിനിമയിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ സിനിമ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നായകൻ വേണമെന്നൊന്നുമില്ല. ആ കാക്കോത്തിക്കാവിൽ റിലീസ് ചെയ്യുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ മിനിമം ഒരു റേപ്പെങ്കിലും ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് അന്നത്തെ ഫോർമുല. പക്ഷെ ആ ഫോർമുലയിൽ നിന്നെല്ലാം മാറി ഒരൊറ്റ നായികയെ കൊണ്ട് തന്നെ ഈ ചിത്രം വിജയിപ്പിച്ചെടുത്തു. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളും ഇതേപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ ഒരു വേദന ഉണർത്തുന്ന ഓർമ്മകളാണ്. കാരണം ഇതേപോലെ കാണാതാകുന്ന കുട്ടികൾ അനവധിയാണ്, ചരിത്രം പറയുന്നുണ്ട് നമ്മളോട്. അതുമാത്രമല്ല, ഒരുപാട് നവാഗത തിരക്കഥാകൃത്തുക്കൾ, നടന്മാർ, കലാകാരന്മാർ, ഇവർക്കെല്ലാം ഒരുപാട് സ്പേസ് കൊടുക്കുകയും ഇവരെ എല്ലാം വളർത്തിക്കൊണ്ടുകയും ചെയ്ത് ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ ലാൽ ജോസ് പറഞ്ഞ ഒരു വാക്യം കൂടെ ഞാൻ കടമെടുക്കുക, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ആരും പാഴായി പോയില്ല എന്ന്. അത് എന്തൊക്കെ പറഞ്ഞാലും ആ ഗുരുവിന് ഏറ്റവും അഭിമാനിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഒറ്റ വാക്യം കൂടെ. സത്യത്തിൽ മലയാളിയുടെ ഗൃഹാതുരത്വവും കമൽ സിനിമകളിലെ ഭാവുകത്വവും പ്രതിബിംബങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഓരോ സിനിമയും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു പോയത്. പക്ഷെ ബിംബം ഏതാണ്, പ്രതിബിംബം ഏതാണെന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഒരു ശരാശരി പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമുക്കതെല്ലാം എൻജോയ് ചെയ്യാം. സർ, ഇനിയും കലാജീവിതം ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകണം. താങ്ക് യു. ഒരു സാധാരണ പ്രേക്ഷകയുടെ സവിശേഷമായ ഭാഷണം തികച്ചും ശീർഷക പ്രസക്തമായി എന്ന് മാത്രം ഞാൻ പറയുന്നു. അത്രയും നന്നായിട്ടുണ്ട്. ഇനി കമൽ സാറുമായിട്ടുള്ള ഒരു ഓപ്പൺ ഫോറം ഉണ്ട്. അതിന് ചെയർ ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടറി ശ്രീ ജോർജാണ്. അതിനു മുമ്പ് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിനായി
ശ്രീ ശിവഗോവിന്ദന് നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സെക്ഷൻ മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ഫോറമാണ് ഇനി അടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ അധ്യക്ഷത വഹിച്ച കൃഷ്ണൻ സാറിനും സ്വാഗതം പറഞ്ഞ കെ രാജേശ്വരി, മറ്റ് GP രാധാകൃഷ്ണൻ ആൻഡ് മധു ജനാർദ്ദനൻ, സന്ധ്യ ജയകുമാർ തുടങ്ങി എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓപ്പൺ ഫോറത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓപ്പൺ ഫോറം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു.